Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, Sharanya, okay, Shreya. Good afternoon. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ എവിടെ വരെ നമ്മൾ പറഞ്ഞു നിർത്തി? പ്രൊസീജിയർ വരെയാണ് അല്ലെ? ഓക്കെ, ആദ്യം മാലിനി. ഓക്കെ, അതായത് ഇന്റേണൽ ഓഡിറ്റിന്റെ പ്രോസസ് അല്ലെങ്കിൽ പ്രൊസീജിയർ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ? അതിനകത്ത് 4 സ്റ്റെപ്പുകളാണ് വരുന്നത്. ഇതൊക്കെയാണ് 4 സ്റ്റെപ്പുകൾ. ഒന്ന് പ്ലാനിങ്, രണ്ടാമത്തത് ഫീൽഡ് വർക്ക്, തേർഡ് സ്റ്റെപ്പ് റിപ്പോർട്ടിംഗ് ആൻഡ് ഫോർത്ത് വൺ ഫോളോ അപ്പ് അല്ലെ? ഇത്രയുമാണ് 4 ഫേസസുകൾ അവിടെ വരും. അപ്പൊ അതിനകത്ത് ഓൾറെഡി നമ്മൾ 2 ഫേസുകൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലെ? ഇനി ബാക്കി 2 കൂടെയാണ് നമുക്ക് പറയാനുള്ളത്. വായിച്ചു നോക്കിയോ? ഇത്രയും ഭാഗങ്ങള് നോക്കിയാണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാം കേട്ടോ. നമ്മൾ പറഞ്ഞു പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളവിടെ ഒരു ഇന്റേണൽ ഓഡിറ്റ് പ്ലാൻ നമ്മൾ തയ്യാറാക്കുന്നുണ്ട് അല്ലെ? ഓക്കെ, ആ തയ്യാറാക്കി അത് നമ്മുടെ ഏത് ഫേസിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്? ഫീൽഡ് വർക്കിലാണ് അല്ലെ? ഫീൽഡ് വർക്ക് എന്ന് പറയുന്നത് എന്താണ് പറഞ്ഞത്? ഇറ്റ് ഈസ് ദ ആക്ച്വൽ ആക്ട് ഓഫ് ഓഡിറ്റിംഗ്. അതായത് ശരിക്കും ഓഡിറ്റിംഗ് നടക്കുന്നത് ഏത് ഫേസിലാണ്? ഫീൽഡ് വർക്ക് എന്ന് പറയുന്ന ആ ഒരു ഫേസിലാണ് ഓഡിറ്റിംഗ് അവിടെ നടക്കുന്നത്. ഓക്കെ, ഫീൽഡ് വർക്കിന്. അപ്പോ ആ ഒരു ഫേസിൽ നമ്മൾ ഓഡിറ്റിംഗ് നടത്തുകയാണ്. അങ്ങനെ നമ്മൾ ഓഡിറ്റ് നടത്തി കഴിയുമ്പോൾ നമ്മൾക്ക് അതിനകത്ത് ഒരുപാട് ഫൈൻഡിങ്സുകൾ ഉണ്ടാവും അല്ലെ? ഒത്തിരി കാര്യങ്ങൾ ആ ഓഡിറ്റിലൂടെ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. ധാരാളം ഒബ്സർവേഷൻസുകൾ, ഫൈൻഡിങ്സുകളൊക്കെ നമുക്ക് അതിൽ നിന്ന് ലഭിക്കും. ഇനി എന്ത് ചെയ്യണം? നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഫൈൻഡിങ്സുകൾ, ഒബ്സർവേഷൻസിനെ നമ്മൾ ഒരു റിപ്പോർട്ടാക്കി മാറ്റണം. എന്താക്കി മാറ്റണം? ഒരു റിപ്പോർട്ടാക്കി നമ്മൾ മാറ്റണം. അതാണ് മൂന്നാമത്തെ ഫേസ്. എന്ത്? റിപ്പോർട്ടിംഗ്. മൂന്നാമത്തെ ഫേസ് എന്താണ്? റിപ്പോർട്ടിംഗ്. റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന ഫേസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കത് നോക്കാം. As you might guess, internal audit will draft the audit report during the reporting phase. അപ്പോ ഈ റിപ്പോർട്ടിംഗ് ഫേസ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇന്റേണൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ട് ഡ്രാഫ്റ്റ് ചെയ്യാണ് അല്ലെ? റിപ്പോർട്ട് തയ്യാറാക്കാണ് അല്ലെ? അതായത് അവർ ആ ഓഡിറ്റിങ്ങിലൂടെ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെ? അതെല്ലാം അവർ ഉണ്ടാക്കി മാറ്റാണ്. അതെല്ലാം കണ്ടെത്തിയ കാര്യങ്ങളും ഒബ്സർവേഷൻസും എല്ലാം തന്നെ അവരൊരു റിപ്പോർട്ടാക്കി മാറ്റാണ്. റിപ്പോർട്ട് അവരവിടെ ഈ ഒരു ഫേസിൽ തയ്യാറാക്കാണ് കേട്ടോ. ഓക്കെ, ഇനി എങ്ങനെയായിരിക്കണം ഈ റിപ്പോർട്ട് ഉണ്ടായിരിക്കേണ്ടത്? ഇതാണ് അടുത്തതിൽ പറയുന്നത്. The report should be written clearly and succinctly to avoid the misinterpretation and to encourage the intended audience to actually read and understand the report. അപ്പോ ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കണം? That should be written clearly. അത് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കണം. എന്ന് വെച്ചാൽ it is easy to understand. മനസ്സിലാക്കാനായിട്ട് വളരെ എളുപ്പമുള്ള രീതിയിലായിരിക്കണം നമ്മൾ ആ റിപ്പോർട്ട് എഴുതേണ്ടത്. അത് വളരെ വ്യക്തമായിട്ട് എഴുതണം. റിട്ടേൺ ക്ലിയർലി ആൻഡ് സക്സിൻറ്റ്ലി. സക്സിൻറ്റ്ലി എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? വളരെ കൺസൈസ് ആയിട്ട് ചുരുക്കി വേണം നമ്മൾ എഴുതാനായിട്ട്. എന്ന് വെച്ചാൽ ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസുകളോ ഡീറ്റെയിൽസുകളോ അങ്ങനെയൊന്നും എഴുതരുത്. ഏറ്റവും ചുരുക്കത്തില് എന്നാൽ ഏറ്റവും ലെജിബിൾ ആയിട്ട് ഏറ്റവും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ, എന്ന് വെച്ചാൽ യാതൊരുവിധ മിസ്ഇന്റർപ്രിട്ടേഷനോ കൺഫ്യൂഷൻസോ ഒന്നും ഇല്ലാത്ത രീതിയിലായിരിക്കണം ആ ഒരു റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കേണ്ടത്. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. To avoid misinterpretation and to encourage the intended audience to actually read and understand the report. അത് മാത്രമല്ല, കൺഫ്യൂഷൻ ഒഴിവാക്കാൻ താല്പര്യം മാത്രമല്ല, ഇന്റന്റഡ് ഓഡിയൻസ് എന്ന് പറയുന്നത് ആർക്കാണോ നമ്മൾ വായിക്കാനായിട്ട് ആ റിപ്പോർട്ട് കൊടുക്കുന്നത്, ആരാണ് ഇന്റന്റഡ് ഓഡിയൻസ് എന്ന് പറയുമ്പോൾ എക്സിക്യൂട്ടീവ്സ് ആയിരിക്കും അല്ലെ? ആ ഒരു സ്ഥാപനത്തിന്റെ, ആ ഒരു ഓർഗനൈസേഷന്റെ എക്സിക്യൂട്ടീവ്സുകൾ അല്ലെ? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അവരുടെ അടുത്താണ് നമ്മൾ ആ റിപ്പോർട്ട് കൊടുക്കുന്നത്. അവരാണ് ആ റിപ്പോർട്ട് വായിക്കാൻ പോകുന്നത്. അവരാണ് എന്ത്? ഇന്റന്റഡ് ഓഡിയൻസ് എന്ന് പറയുന്നത് അല്ലെ? ആ ഇന്റന്റഡ് ഓഡിയൻസിന് അവർക്കത് കറക്റ്റ് ആയിട്ട് വായിക്കാനും
അതുപോലെ തന്നെ ആ റിപ്പോർട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ആ റിപ്പോർട്ട് അവിടെ തയ്യാറാക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്. ഇനി അടുത്തത് എന്താണ്, ഫൈൻഡിങ് ഷുഡ് ബി accompanied by recommendations that are actionable and lead directly to process improvement. അതുപോലെ നമ്മൾ കണ്ടെത്തുന്ന ആ ഫൈൻഡിങ്സ് എപ്പോഴും എങ്ങനെയായിരിക്കണം, ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞാൽ റെക്കമെൻഡേഷൻസോട് കൂടിയിട്ടായിരിക്കണം നമ്മൾ ആ ഫൈൻഡിങ്സുകൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ഓഡിറ്റ് നടത്തുന്നത് നമുക്ക് മനസ്സിലാവും ഏതൊക്കെ ഏരിയകളിലാണ് പോരായ്മകളുള്ളത്, എവിടെയൊക്കെയാണ് ഇംപ്രൂവ്മെന്റ് ആവശ്യമായിട്ടുള്ളത്, അതൊക്കെ നമുക്ക് ഇന്റേണൽ ഓഡിറ്റിലൂടെ കണ്ടെത്താനായിട്ട് സാധിക്കും. അതാണ് നമ്മുടെ ഫൈൻഡിങ്സ്. അപ്പോ നമ്മൾ ആ ഇംപ്രൂവ് ചെയ്യേണ്ട വീക്കൻ ആയിട്ടുള്ള ഏരിയകൾ ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഇംപ്രൂവ് ചെയ്യുന്നതിനായിട്ടുള്ള റെക്കമെൻഡേഷൻസ് ഉൾപ്പെടെയാണ് നമ്മൾ എന്ത് തയ്യാറാക്കേണ്ടത്, റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. ഇതിന്റെ ഏരിയകളിൽ പ്രശ്നങ്ങളുണ്ട്, ഇതിന്റെ ഏരിയകൾ ഇംപ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് വീക്ക് ആയിട്ടുള്ള ഏരിയകൾ ഇതൊക്കെയാണ്, അങ്ങനെ പറഞ്ഞ് റിപ്പോർട്ട് ചെയ്തതിൽ മാത്രമല്ല അത്തരം ഏരിയകളെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് എന്തൊക്കെ നമുക്ക് റെക്കമെൻഡേഷൻസ് സജസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഫൈൻഡിങ്സുകൾ നമ്മളിവിടെ റിപ്പോർട്ട് ചെയ്യുന്നത്. ദാറ്റ് ആർ ആക്ഷനബിൾ ആൻഡ് ലീഡ് ഡയറക്ട്ലി ടു പ്രോസസ് into actionable ആയിട്ടുള്ള നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുന്ന റെക്കമെൻഡേഷൻസ്. റെക്കമെൻഡേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് റെക്കമെൻഡേഷൻസ് വേണമെങ്കിൽ മുന്നോട്ട് വയ്ക്കാം. പക്ഷെ എല്ലാ റെക്കമെൻഡേഷൻസും നമുക്ക് ഒരിക്കലും പ്രാക്ടിക്കൽ ആവണമെന്നില്ല. നമുക്ക് പ്രാക്ടിക്കലി ഉപയോഗിക്കാൻ പറ്റുന്ന, നമുക്ക് പ്രാവർത്തികമാക്കാനായിട്ട് സാധിക്കുന്ന റെക്കമെൻഡേഷൻസ് ഉൾപ്പെടുന്ന രീതിയിലായിരിക്കണം നമ്മൾ ആ ഫൈൻഡിങ്സുകൾ എന്ത് ചെയ്യേണ്ടത്, രേഖപ്പെടുത്തേണ്ടത് കേട്ടോ. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ എന്താണ്, the process of issuing an internal audit report should include drafting the report, reviewing the draft with management to ensure the accuracy of findings, and issuance and distribution of the final report. അപ്പോ ഈ ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ആ ഒരു പ്രോസസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഇറ്റ് ഷുഡ് ഇൻക്ലൂഡ് ഡ്രാഫ്റ്റിംഗ് ദ റിപ്പോർട്ട്, ഡ്രാഫ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ തയ്യാറാക്കുക, റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കുന്നു. അതിനുശേഷം എന്താണ്, റിവ്യൂവിംഗ് ഡ്രാഫ്റ്റ് മാനേജ്മെന്റുമായിട്ട് നമ്മൾ ആ ഡ്രാഫ്റ്റ് ആ റിപ്പോർട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, റിവ്യൂ ചെയ്യാണ് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ മാനേജ്മെന്റുമായിട്ട് റിവ്യൂ ചെയ്യുന്നത്, ടു എൻഷുർ ആക്യുറസി ഓഫ് ഫൈൻഡിങ്സ്, നമ്മുടെ കണ്ടെത്തലുകളുടെ ആ ഒരു ആക്യുറസി, കൃത്യത, അത് ഉറപ്പുവരുത്താനായിട്ട് എന്ത് ചെയ്യാണ്, ആ ഒരു ഡ്രാഫ്റ്റ് മാനേജ്മെന്റുമായിട്ട് റിവ്യൂ ചെയ്യുന്നു. അതിനുശേഷമാണ് ഇഷ്യൂമെന്റ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫൈനൽ റിപ്പോർട്ട്, അതിനുശേഷമാണ് ഒരു ഫൈനൽ റിപ്പോർട്ട് അവര് ഇഷ്യൂ ചെയ്യുന്നതും അത് വിതരണം ചെയ്യുന്നതും. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞ കാര്യങ്ങള്? ഓക്കെ ആണോ? നമുക്കത് ശ്രദ്ധിക്കാം. റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആ ഒരു ഫേസിലാണ്, പ്ലാനിങ്ങും ഫീൽഡ് വർക്കിന്റെ ലാസ്റ്റ് ആണ് നമ്മൾ എന്ത്, ഫീൽഡ് വർക്കിന്റെ ലാസ്റ്റത്തോടു കൂടി നമ്മൾ നമ്മുടെ ഫൈൻഡിങ്സുകൾ കണ്ടെത്തുകയാണ് അല്ലെ. നമ്മൾ കണ്ടെത്തിയ ഫൈൻഡിങ്സ് എന്ത് ചെയ്യണം, നമുക്ക് റിപ്പോർട്ട് ചെയ്യണം അല്ലെ. ആ റിപ്പോർട്ട് ചെയ്യുന്ന ഫേസ് ആണ് അത് അല്ലെ, റിപ്പോർട്ടിംഗ് ഫേസ് എന്നാണ് പറയുന്നത്. സോ അവിടെ നമ്മൾ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കാണ്. ഇനി എങ്ങനെയാണ് റിപ്പോർട്ട് ഉണ്ടായിരിക്കേണ്ടത്, റിപ്പോർട്ട് എപ്പോഴും ഇറ്റ് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്, വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കണം. ആൻഡ് ദാറ്റ് എ റിപ്പോർട്ട് ദാറ്റ് ഷുഡ് ബി റൈറ്റ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞാൽ ആ റിപ്പോർട്ട് വളരെ കൺസൈസ് ആയിട്ട് ഏറ്റവും ചുരുക്കിയിട്ട് അഡ്വാൻറ്റഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസോ ഒന്നും നമുക്ക് അവിടെ ആവശ്യമില്ല. ഏറ്റവും ചുരുക്കി എന്ന ആളുകൾക്ക്, അതായത് ഇന്റന്റഡ് ഓഡിയൻസ്, മീൻസ് നമ്മൾ ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് എക്സിക്യൂട്ടീവ്സിനാണ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനാണ്. അവർക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കാനും അവർക്കത് വായിക്കാൻ ഒരു എൻകറേജ്മെന്റ് ഉണ്ടാകുന്ന രീതിയിലായിരിക്കണം നമ്മൾ ആ ഒരു റിപ്പോർട്ട് അവിടെ തയ്യാറാക്കുന്നത്. ഇനി ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്താൽ മതിയോ, പോരാ. പിന്നെ എന്തും വേണം, നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ആ പോരായ്മകളെ ഇംപ്രൂവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള റെക്കമെൻഡേഷൻസ് ഉൾപ്പെടെയാണ് നമ്മളൊരു റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. എങ്ങനെയുള്ള റെക്കമെൻഡേഷൻസ് ആയിരിക്കണം, ആക്ഷനബിൾ ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് ആയിരിക്കണം. എന്ന് പറയുമ്പോൾ നമുക്ക് പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുന്ന റെക്കമെൻഡേഷൻസ് ആകുന്ന രീതിയിൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കി അവരുടെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യാൻ. അപ്പൊ അതിന്റെ ഇതൊക്കെ കാര്യം ഡ്രാഫ്റ്റ് റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കുന്നു. റിപ്പോർട്ട് തയ്യാറാക്കി എന്ത് ചെയ്യും, ആ മാനേജ്മെന്റിന്റെ ഒപ്പം ഇരുന്ന് റിവ്യൂ ചെയ്യില്ല. നമ്മൾ കണ്ടെത്തിയ ഫൈൻഡിങ്സുകൾ അത് കൃത്യമാണോ, അതിന്റെ കൃത്യത ഉറപ്പുവരുത്താനായിട്ട് മാനേജ്മെന്റുമായിട്ട് നമ്മൾ അത് റിവ്യൂ ചെയ്യുന്നു. അതിനുശേഷമാണ് നമ്മളൊരു ഫൈനൽ റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നത്, മറ്റാളുകളിലേക്കായിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി, റിപ്പോർട്ട് എന്ന് പറയുന്ന കേസ് ഒന്ന് വായിക്കും കേട്ടോ.
ഓക്കെ. നെക്സ്റ്റ് കേട്ടോ, ലാസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോളോ അപ്പ് ആണ് കേട്ടോ. ഫോളോ അപ്പ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? തുടർ നടപടികൾ എടുക്കാന്നുള്ളതാണ് കേട്ടോ. അപ്പൊ നോക്കാം എന്താണ് അതിനകത്ത് വരുന്നത്. The final stage is an important one that is often overlooked and neglected. Okay, the following up is critical to ensure that the recommendations have been implemented to address the findings identified. Okay, എന്താണ് ഇവിടെ പറയുന്നത്? ഏറ്റവും അവസാനത്തെ ഫേസ് ആണ് ഫോളോ അപ്പ് ഫേസ്. ആ ഫേസിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ പലപ്പോഴും ഏറ്റവും കൂടുതൽ ഓവർലുക്ക് ചെയ്യേണ്ടത്, ദാറ്റ് മീൻസ് നമ്മൾ കൂടുതൽ കൺസിഡർ ചെയ്യേണ്ടതും എന്നാൽ പലപ്പോഴും അവഗണിക്കപ്പെടുന്നതുമായിട്ടുള്ള ഒരു ഫേസ് ആണിത് ഫോളോ അപ്പ് ഫേസ് എന്ന് പറയുന്നത്. അതായത് ശരിക്കും നമ്മൾ പരിഗണിക്കേണ്ട ഒരു ഫേസ് ആണ്, പക്ഷെ പലപ്പോഴും ഈ ഒരു ഫേസ് എന്ത് ചെയ്യപ്പെടാറുണ്ട്? അവിടെ നെഗ്ലക്ട് ചെയ്യപ്പെടാറുണ്ട്. അപ്പോ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫോളോ അപ്പ് നടത്തുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഫോളോ അപ്പ് നടത്തുന്നത്? നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ള ഫൈൻഡിങ്സുകള്, നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ള പോരായ്മകള്, അതിനെ അഭിമുഖീകരിക്കാനായിട്ട്, അതിനെ അഡ്രസ് ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ റെക്കമെൻഡേഷൻസുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ അത് ശരിയായ രീതിയിൽ നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് നടത്തുന്നത്? ഫോളോ അപ്പ് നടത്തുന്നത്. നമ്മൾ റെക്കമെൻഡേഷൻസ് ഒക്കെ ഇട്ടുകൊടുത്ത് അങ്ങനെ പോകും, പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള റെക്കമെൻഡേഷൻസ് എന്ത് ചെയ്യണം? അവിടെ ഇംപ്ലിമെന്റ് ചെയ്യണം അല്ലെ, അവിടെ നടപ്പിലാക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പൊ ആ ഒരു റെക്കമെൻഡേഷൻസ് അവിടെ കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താനായിട്ട് ഫോളോ അപ്പ് എന്ന് പറയുന്ന ഫേസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു ഫേസിലാണ് നമ്മൾ പരിശോധിക്കുന്നത് ഈ മുന്നോട്ട് വെച്ചിട്ടുള്ള റെക്കമെൻഡേഷൻസുകളെല്ലാം അവർ ശരിയായ രീതിയിൽ നടപ്പിലാക്കുന്നുണ്ടോ, എല്ലാ ആളുകളും അത് പാലിക്കുന്നുണ്ടോ, അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഫോളോ അപ്പ് എന്ന് പറയുന്ന ഒരു ഫേസ് ആണ്. ആ ഫേസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫേസ്. This process should include appropriate follow-up with the process owners needing to implement the recommendations as well as board oversight of the company's overall status in addressing findings identified by the internal auditor. അതായത് എന്താണ് അവിടെ പറയുന്നത്? ഈ ഒരു ഫോളോ അപ്പ് ഫേസ് എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ടായിരിക്കണം? അപ്രോപ്രിയേറ്റ് ഫോളോ അപ്പ് വിത്ത് പ്രോസസ് ഓണേഴ്സ്. പ്രോസസ് ഓണേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? പ്രോസസ് ഓണേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആ കമ്പനിയുടെ എക്സിക്യൂട്ടീവ്സും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും അവരൊക്കെയാണ് ആ പ്രോസസ് ഓണേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു പ്രോസസ് ഓണേഴ്സുമായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യണം? ഫോളോ അപ്പ് നടത്തണം. ഇതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള റെക്കമെൻഡേഷൻസ് അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ആവശ്യകതയെ പറ്റിയിട്ട് ചർച്ച ചെയ്യാനും അതിനും മറ്റുമായിട്ട് പ്രോസസ് ഓണേഴ്സുമായിട്ട് ശരിയായ രീതിയിൽ ഫോളോ അപ്പ് നടത്തണം. അത് മാത്രം പോരാ, ആസ് വെൽ ആസ് ബോർഡ് ഓവർസൈറ്റ് ഓഫ് ദ കമ്പനീസ് ഓവറോൾ സ്റ്റാറ്റസ് ഇൻ അഡ്രസ്സിംഗ് findings identified by the internal auditor. അതിന് പുറമെ ബോർഡ് മീൻസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്, ഗവേണിംഗ് ബോഡീസ് ആണ് കേട്ടോ. ഗവേണിംഗ് ബോർഡ് അവരും എന്ത് ചെയ്യണം? നമ്മൾ ഇന്റേണൽ ഓഡിറ്റിലൂടെ കണ്ടെത്തിയിട്ടുള്ള പോരായ്മകള് അതിനെ അഡ്രസ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നതിനെ പറ്റിയുള്ള അവയർനെസ്, ഒരു അവബോധം ആർക്കുണ്ടായിരിക്കണം? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഉണ്ടായിരിക്കണം. ഓക്കെ, അവർക്ക് ആ റെക്കമെൻഡേഷൻസ് ഇംപ്ലിമെന്റ് ചെയ്തത് മാത്രമല്ല അവര് നോക്കണ്ടേ, അത് ചിന്തിക്കണം. അവര് എന്ന് പറയുമ്പോൾ ടോപ്പ് അല്ലെ, മീൻസ് ടോപ്പ് മാനേജ്മെന്റ് ആണ്. അവര് മനസ്സിലാക്കണം ആ ഇന്ത്യയുടെ എന്തൊക്കെ ആ പോരായ്മകള് അഡ്രസ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതിനെ പറ്റി ഒരു നോളജ് അല്ലെങ്കിൽ ഒരു അവയർനെസ് ആർക്കുണ്ടായിരിക്കണം? ഈ പറയുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഉണ്ടായിരിക്കണം. ഓക്കെ, if an organization fails to follow up on the implementation of recommendations, it is unlikely that the changes will be made. Okay, അപ്പൊ എന്താണ് പറയുന്നത്? നമ്മൾ ഈ ഒരു റെക്കമെൻഡേഷൻസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ എന്നറിയുന്നതിനായിട്ട് ഫോളോ അപ്പ് നടത്തുന്നതിന് ഓർഗനൈസേഷൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ, ദാറ്റ് മീൻസ് ആ ഫോളോ അപ്പ് നടത്തുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താണ്? യാതൊരു ചേഞ്ചസും അവിടെ ഉണ്ടാവില്ല. ആ പോരായ്മകൾ അതുപോലെ തന്നെ അവിടെ നിലനിൽക്കില്ല, അതൊരിക്കലും ഇംപ്രൂവ് ആവില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ആ ഒരു ഫേസ് അത്രയും പരിഗണിക്കപ്പെടേണ്ട ഫേസ് ആണ്. പലപ്പോഴും ആളുകൾ നെഗ്ലക്ട് ചെയ്യുന്ന ഒരു ഫേസ് കൂടിയാണ്. അതുവരെയുള്ള അതിന് മുമ്പ് വരെയുള്ള ഫേസുകൾ ഓക്കെ അതങ്ങനെ പോയിക്കോളും, പക്ഷെ അതിനുശേഷം ഏറ്റവും ഇമ്പോർട്ടന്റ് വൺ ആയിട്ടുള്ള ഫോളോ ഫേസ് പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? നെഗ്ലക്ട് ചെയ്യപ്പെടാറുണ്ട്.
അത് നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന യാതൊരു മാറ്റങ്ങളും ആ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കില്ല. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? ഓക്കെ ആണ്, വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. അപ്പം അതോട് കൂടിയിട്ട് നമ്മളെ ഇന്റേണൽ ഓഡിറ്റിന്റെ ആ ഒരു 4 ഫേസസ്, ഇന്റേണൽ ഓഡിറ്റ് പ്രൊസീജിയർ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിന്റെ 4 ഫേസസുകൾ നമ്മൾ കണ്ടു. ഏതൊക്കെയാണ്? പ്ലാനിങ്, ഫീൽഡ് വർക്ക്, റിപ്പോർട്ടിംഗ്, ലാസ്റ്റ് ഫേസ് ഏതാണ്? ഫോളോ അപ്പ് കേട്ടോ. അങ്ങനെയാണ് ആ 4 ഫേസുകൾ അവിടെ വന്നത്. നെക്സ്റ്റ് വരുന്നത് കേട്ടോ, ഈ പറയുന്ന ഭാഗങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് മനസ്സിലാക്കാനായിട്ട്, അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ച് കേട്ടിരിക്കുക കേട്ടോ. കോമൺ പിറ്റ്ഫോൾസ് ദാറ്റ് ക്യാൻ ഡിറൈവ് ആൻ ഇന്റേണൽ ഓഡിറ്റ് കേട്ടോ. എന്താണ്? കോമൺ പിറ്റ്ഫോൾസ് ദാറ്റ് ക്യാൻ ഡിറൈവ് ആൻ ഇന്റേണൽ ഓഡിറ്റ്. ഒരു ഇന്റേണൽ ഓഡിറ്റിനെ റദ്ദാക്കാൻ സാധ്യതയുള്ള, ഡിറൈവ് ചെയ്യാന്ന് വെച്ചാൽ റദ്ദാക്കാം, അല്ലെങ്കിൽ അതിനെ പ്രതികൂലമായിട്ട് ബാധിക്കാൻ സാധ്യതയുള്ള ചില പിറ്റ്ഫോൾസ്. പിറ്റ്ഫോൾ മീൻസ് അപകടങ്ങൾ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ചുരുക്കി പറഞ്ഞ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? ഒരു ഇന്റേണൽ ഓഡിറ്റിനെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ, ചില അപകടങ്ങൾ എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, പിറ്റ്ഫോൾസുകളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ തുടക്കമേ തന്നെ ഇന്റേണൽ ഓഡിറ്റ് എന്താണെന്നും അതിന് എത്രത്തോളം സിഗ്നിഫിക്കൻസ് ഉണ്ടെന്നും അതിന്റെ പ്രാധാന്യം അല്ലെ, അതിന്റെ സിഗ്നിഫിക്കൻസ്, അതിന്റെ ബെനിഫിറ്റുകളൊക്കെ നമ്മൾ മനസ്സിലാക്കി. അങ്ങനെയാണ് നമ്മൾ ആ ചാപ്റ്റർ തുടങ്ങിയത് അല്ലെ. ഇന്റേണൽ ഓഡിറ്റിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, അതിലൂടെ എന്തൊക്കെ ബെനിഫിറ്റുകളാണ് ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവുന്നത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോ ആ ഒരു ഇന്റേണൽ ഓഡിറ്റിനെ വളരെ മോശമായിട്ട്, പ്രതികൂലമായിട്ട് ബാധിക്കാൻ സാധ്യതയുള്ള ചില പിൻഫോൾസുകളെ പറ്റിയിട്ടാണ് അവിടെ കേട്ടോ. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കാം. An internal audit can be extremely useful to help streamline process, find gaps and identify the problem. Okay, അതായത് ഒരു ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് അത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. കാര്യം എന്താണെന്നറിയോ? ആ ഒരു ഓർഗനൈസേഷനിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ആ ഒരു സ്ട്രീംലൈൻ ചെയ്യാൻ, സിംപ്ലിഫൈ ചെയ്യാനും, അതുപോലെ ഗ്യാപ്പുകൾ, ഗ്യാപ്പ് മീൻസ് പോരായ്മകൾ എവിടെയൊക്കെയാണ്, ഏതൊക്കെ ഏരിയകളിലാണ് പോരായ്മകളുള്ളത്, എവിടെയൊക്കെയാണ് നമുക്ക് ഇംപ്രൂവ്മെന്റ് നടത്തേണ്ടത്, അങ്ങനെയുള്ള ഭാഗങ്ങൾ കണ്ടെത്താനും, ആൻഡ് ഐഡന്റിഫൈ ദ ഫ്രോഡ്, അതുപോലെ ഫ്രോഡുകൾ, തെറ്റുകുറ്റങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ കള്ളത്തരങ്ങളോ മറ്റെന്തെങ്കിലും കറപ്ഷൻസുകളൊക്കെ ആ ഒരു ഓർഗനൈസേഷനിൽ നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഈ പറയുന്ന ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് വളരെയധികം എന്താണ്, ഹെൽപ്ഫുൾ ആണ് അല്ലെ, വളരെയധികം ഹെൽപ്ഫുൾ ആണ്. അപ്പോ however my experience as an auditor has taught me to recognize the red flags that can quickly detail the process. അപ്പൊ ഇവിടെ ശരിക്കും ഒരു ഓഡിറ്റർ പറയുന്ന രീതിക്കാണ് അവിടെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോ ഒരു ഇന്റേണൽ ഓഡിറ്റിനെ ബാധിക്കാൻ സാധ്യതയുള്ള ചില കോമൺ പിറ്റ്ഫോൾസുകളാണ് അവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ അതിനകത്ത് പ്രധാനമായിട്ടും 4 പോയിന്റുകളാണ് വരുന്നത്. ഏതൊക്കെയാണെന്നറിയോ? ഒന്ന്, സ്കോപ്പ് ക്രീപ്പ് കേട്ടോ. സ്കോപ്പ് SCOPE എന്ന് വേണം കേട്ടോ. അവിടെ ഒരു വിട്ടുപോയിട്ടുണ്ട്, ഈ നിങ്ങൾ എഴുതി ചേർക്കണം കേട്ടോ. സ്കോപ്പ് ക്രീപ്പ്. ദെൻ രണ്ടാമത്തത്, നോട്ട് ടോക്കിംഗ് ടു ഓൾ ക്ലയന്റ്സ് ഓർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ദെൻ തേർഡ് വൺ, നോട്ട് റിവ്യൂവിംഗ് ദ ഡാറ്റ. ആൻഡ് ഫോർത്ത് വൺ, ഒബ്ജക്ടിവിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ്. ഓക്കെ, എന്തൊക്കെയാ നോക്കാം കേട്ടോ. എങ്ങനെയൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ പറയുന്നത് സ്കോപ്പ് ക്രീപ്പ് ആണ് കേട്ടോ. ഈ സ്കോപ്പ് ക്രീപ്പ് എന്ന് പറഞ്ഞാല് എന്താണ് ഉദ്ദേശിക്കുന്നത്? കഥ വായിക്കുന്നതിനേക്കാളും മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ പറയാം. എന്താണ് സ്കോപ്പ് ക്രീപ്പ് എന്ന് പറയുന്നത്? അതായത് അവിടെ ഉദ്ദേശിക്കുന്നത് ഒരു പ്രോജക്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ പ്രോജക്റ്റ് അല്ല, ഒരു ഇന്റേണൽ ഓഡിറ്റ് ആണ് അല്ലെ. ആ ഒരു ഇന്റേണൽ ഓഡിറ്റിന്റെ പരിധി, അതിന്റെ പരിധി എന്ന് പറയുന്നത് സ്കോപ്പ്, ആ ഒരു പരിധി എന്ന് പറയുന്നത് അത് ഒറിജിനൽ ബൗണ്ടറീസിനപ്പുറത്തേക്ക് എന്ത് ചെയ്യാണ്, വികസിക്കുന്ന ഒരു അവസ്ഥയെയാണ് നമ്മൾ സ്കോപ്പ് ക്രീപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക. അതായത് സ്കോപ്പ് ക്രീപ്പ് എന്ന് പറഞ്ഞാല് ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു ഇന്റേണൽ ഓഡിറ്റ്
അതിന്റെ പരിധി എന്ന് പറയുന്നത് ഒറിജിനൽ ബൗണ്ടറിക്ക് പുറത്തേക്ക് എന്ത് ചെയ്തു പോവാണ്, എക്സ്പാൻഡ് ചെയ്തു പോകുന്ന ഒരവസ്ഥ, വികസിച്ചു പോകുന്ന ഒരവസ്ഥ. അതായത് നമ്മളിപ്പോ ഒരു ഇന്റേണൽ ഓഡിറ്റ്, നമ്മൾ ഇന്റേണൽ ഓഡിറ്റിന്റെ പ്രൊസീജിയറും പ്രോസസ്സുകളൊക്കെ മനസ്സിലാക്കി അല്ലെ. നമ്മളൊരു ഇന്റേണൽ ഓഡിറ്റ് നടത്തുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പൊ അതിന് ഒരു നിശ്ചിത സമയപരിധി നമ്മൾ ചെയ്യുന്നുണ്ട്, ഇന്ന ഏരിയകൾ നമ്മൾ ഫോക്കസ് ചെയ്യും അല്ലെ. അപ്പൊ അതെന്താണ്, നമ്മൾ ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇത്ര ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഇത്ര സമയപരിധിക്കുള്ളിൽ ഇന്റേണൽ ഓഡിറ്റ് പൂർത്തിയാക്കണം, അല്ലെങ്കിൽ ഇന്ന ഏരിയകൾ കുറെ കൂടെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇന്റേണൽ ഓഡിറ്റ് നടത്തേണ്ടത് അല്ലെ. അങ്ങനെ നമ്മളൊരു പരിധി അതിന് നിശ്ചയിക്കുന്നുണ്ട്. ഇവിടെ എന്ത് സംഭവിക്കുകയാണ്, ആ ഒരു പരിധിയുടെ അപ്പുറത്തേക്ക് ഈ ഒരു ഇന്റേണൽ ഓഡിറ്റ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോകുന്ന ഒരവസ്ഥ. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും, ചെലവ് വർദ്ധിക്കും, എക്സ്പെൻസ് കൂടും അല്ലെ. ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്റേണൽ ഓഡിറ്റ് പ്രോസസ്സ് നടത്തുന്നതിന് ചെലവുകളുണ്ട്, അതുപോലെ തന്നെ സമയം ആവശ്യമാണ് അല്ലെ. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ലിമിറ്റ് വിട്ട്, ആ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഈ ഒരു ലെവൽ വിട്ട് പോയി കഴിഞ്ഞാല് സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും, ഒന്ന് ചെലവ് കൂടും അല്ലെ. അതുപോലെ തന്നെ കൂടുതൽ റിസോഴ്സസുകൾ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഒരുപാട് ടൈം കൺസ്യൂമിങ് ആവും അല്ലെ. ദാറ്റ് മീൻസ് ടൈം ഒരുപാട് അവിടെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലോട്ട് പോകും അല്ലെ. അപ്പൊ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ അതായത് ഒരു ഇന്റേണൽ ഓഡിറ്റിന്റെ പരിധി അതിന്റെ ഒറിജിനൽ ബൗണ്ടറീസിനപ്പുറത്തേക്ക് എക്സ്പാൻഡ് ചെയ്യുന്ന ഒരവസ്ഥ, വികസിക്കുന്ന ഒരു അവസ്ഥയാണ് സ്കോപ്പ് ക്രീപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു ഇന്റേണൽ ഓഡിറ്റിനെ പ്രതികൂലമായിട്ട് ബാധിക്കില്ലേ? തീർച്ചയായിട്ടും ബാധിക്കും. ഓക്കെ, ക്ലിയർ ആയോ? ഈ പറഞ്ഞ കാര്യം മനസ്സിലായോ നിങ്ങൾക്ക്? ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആണോ? ക്ലിയർ ആണോ കുട്ടികളെ? ഓക്കെ, ക്ലിയർ ആണ്. അത്രയേ ഉള്ളൂ അവിടെ, അത്രയേ ഉള്ളൂ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്ന സംഭവം, അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഒന്നുകൂടെ പറയുക, ക്ലിയർ ആയില്ല. അതായത് നമ്മൾ ഒരു ഓഡിറ്റ് പ്ലാനിങ് ഒരു പരിധി, നമ്മളൊരു ഓഡിറ്റ് പ്ലാൻ ഒരു ഓഡിറ്റ്, ഇന്റേണൽ ഓഡിറ്റ് നമ്മൾ നടത്തുന്നത് ഓഡിപ്പോയിട്ടാണോ നടത്തുന്നത്? അല്ല, നമ്മൾ അതിന് കൃത്യമായിട്ടുള്ള പ്ലാനിങ്, ഇപ്പൊ തന്നെ അതിന്റെ പ്രൊസീജിയറൊക്കെ സ്റ്റെപ്പുകളൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. കറക്റ്റ് ആയിട്ട് ഒരു പ്രത്യേക സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മളൊരു ഇന്റേണൽ ഓഡിറ്റ് നടത്തുന്നത് ആണല്ലോ. ഓക്കെ, അപ്പൊ നമ്മളൊരു ഓഡിറ്റ് നടത്തുമ്പോ അതിന് നമ്മളൊരു പരിധി നിശ്ചയിക്കും. പരിധി നിശ്ചയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അർത്ഥമാക്കുന്ന ഫിസിക്കൽ ആയിട്ടുള്ള അർത്ഥം ഉണ്ടാക്കാം. അതായത് പരിധി നിശ്ചയിക്കുക എന്ന് പറയുന്നത് നമ്മൾ എത്ര ദിവസങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ എക്സാമ്പിൾ ആണ് പറയുന്നത്, എത്ര ദിവസങ്ങൾ കൊണ്ട് നമുക്ക് ആ ഇന്റേണൽ ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു ഏതൊക്കെ ഭാഗങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഇന്റേണൽ ഓഡിറ്റ് നടത്തേണ്ടത് അല്ലെ. ഇങ്ങനെയൊക്കെ നമ്മളൊരു പ്ലാനിങ് നമുക്ക് ഉണ്ടാവും. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഏറ്റവും റിസ്ക് പിടിച്ച ഏരിയകൾ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ ഇന്റേണൽ ഓഡിറ്റ് നടത്തേണ്ടത്. അതിന് നമ്മൾ മുൻ വർഷങ്ങളിൽ നടത്തിയിട്ടുള്ള ഇന്റേണൽ ഓഡിറ്റുകളുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യണം. അതൊക്കെ കണക്കിലെടുത്തിട്ടാണ് നമ്മളൊരു ഓഡിറ്റ് പ്ലാൻ തയ്യാറാക്കണമെന്നൊക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അപ്പോ അങ്ങനെ നമ്മളൊരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കുകയാണ്, ആ പരിധിക്ക് അപ്പുറത്തേക്ക് ഈ ഇന്റേണൽ ഓഡിറ്റ് പ്രോസസ് നീണ്ടുപോകുന്ന ഒരവസ്ഥ. മനസ്സിലായല്ലോ? ആ ഒരു പരിധിയൊക്കെ വിട്ട് ഒരു പ്രത്യേകിച്ച് യാതൊരു ലക്ഷ്യമില്ലാതെ ആ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് വികസിച്ചു പോകുന്ന ഒരവസ്ഥേനെയാണ് നമ്മൾ സ്കോപ്പ് ക്രീപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായോ? എനിക്ക് മനസ്സിലായോ ഉദ്ദേശിച്ച കാര്യങ്ങൾ? അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും, അതായത് ചെലവ് കൂടും. ഇന്റേണൽ ഓഡിറ്റിന് എന്തുണ്ട്, എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. അത് ചെലവ് വർദ്ധിക്കും, ടൈം ഒരുപാട് നഷ്ടപ്പെടും. നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിന് ആ ഒരു ടൈമിനുള്ളിൽ നമുക്ക് ആ ഇന്റേണൽ ഓഡിറ്റ് നടത്താനും പറ്റില്ല. അതിനപ്പുറത്തേക്ക് ഇങ്ങനെ നീണ്ടു പോകുന്ന ഒരു അവസ്ഥ വരുന്നത്. സാധാരണ വീടൊക്കെ പണിയുമ്പോഴേ നമ്മള് നല്ല കോൺട്രാക്ട് കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നമ്മളൊരു സമയപരിധി പറയില്ലേ, 6 മാസം അല്ലെങ്കിൽ 8 മാസത്തിനുള്ളിൽ വീട് പണി പൂർത്തിയാക്കി കയറണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ പല ബുദ്ധിമുട്ടുകളും കൊണ്ട് എന്ത് സംഭവിക്കും, ചിലപ്പോഴേക്ക് ആ ഒരു നീണ്ടു പോകുന്ന സാഹചര്യം ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഒരു അവസ്ഥയാണ് കേട്ടോ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കത് വാങ്ങിക്കാം. Proper planning and definition of scope is key to a successful internal audit. അല്ലെ, ഒരു ശരിയായ ഒരു ഇന്റേണൽ ഓഡിറ്റ് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് നടക്കണമെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം, അതിന്റെ സ്കോപ്പ് നമ്മൾ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കണം. അതിന്റെ സ്കോപ്പ് നമ്മൾ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കണം. ദാറ്റ് മീൻസ് നമ്മൾ അതിന്റെ പരിധി എന്ത് ചെയ്തിരിക്കണം, ആ പരിധി നമ്മൾ കറക്റ്റ് ആയിട്ട് അവിടെ നിശ്ചയിച്ചിരിക്കണം അല്ലെ. എങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഇന്റേണൽ ഓഡിറ്റ് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. ഇനി നോക്കാം, വിത്ത് കോംപ്ലക്സ് സിസ്റ്റംസ് ആൻഡ് വർക്ക് ഫ്ലോസ് it is easy
for the potential for rapid growth. Okay, in the complex systems and workflows, it is easy for the potential for rapid growth. Be sure to proactively plan for when an issue occurs that may affect the scope, so that the team can respond quickly and efficiently. Okay, അടുത്തൊന്ന് ശ്രദ്ധിക്കുക, പെട്ടെന്ന് മനസ്സിലാവില്ല എന്താ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മള് ഒരു സ്ഥാപനത്തിൽ ഒരു ഇന്റേണൽ ഓഡിറ്റ് നടത്താന്ന് വിചാരിക്കാം. അപ്പോ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സിസ്റ്റംസുകള് അല്ലെങ്കിൽ വർക്ക് ഫ്ലോസ് ആണെങ്കിൽ, അതായത് ആ ഒരു സ്ഥാപനം ഹോസ്പിറ്റലോ എന്ത് ഓർഗനൈസേഷനോ ആയിക്കോട്ടെ, ഓക്കെ, അവിടുത്തെ ആ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സിസ്റ്റംസ്, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംവിധാനങ്ങള് അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു വർക്ക് ഫ്ലോസ് പ്രവർത്തനങ്ങള്, അതിലൂടെ ഇത് സംഭവിക്കാം, ഒരു റാപ്പിഡ് ഗ്രോത്ത് ഉണ്ടാവാനുള്ള ചാൻസ് അവിടെ കൂടുതലാണ്. ഇറ്റ് ഈസ് ഈസി ഫോർ ദ പൊട്ടൻഷ്യൽ ഫോർ റാപ്പിഡ് ഗ്രോത്ത്. പെട്ടെന്ന് ഒരു റാപ്പിഡ് ഗ്രോത്ത് ഉണ്ടാവാനുള്ള സാധ്യത അവിടെ കൂടുതലാണ്. എന്താണ് അവിടെ ഉദ്ദേശിച്ചത് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? അതായത് ഇപ്പൊ നമ്മള് ഇപ്പോ ചില കാര്യങ്ങള് നമുക്ക് വലിയ ഹാർഡ് വർക്ക് ഒന്നും ഇല്ലാതെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്ന് വിചാരിക്കാം. നമുക്കൊരു പ്രോജക്റ്റ് തന്നെയാണ്. ഞാൻ എക്സാമ്പിൾ പറയാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രോജക്റ്റ് ഞാൻ തരുകയാണ്. ആ പ്രോജക്റ്റ് നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് ആണ് ഞാൻ തരുന്നത്. സ്വാഭാവികമായിട്ടും ഈസി ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോജക്റ്റ് എളുപ്പം തന്നെ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളിൽ പ്രത്യേകിച്ച് ഒരു ഗ്രോത്ത് അത് ഉണ്ടാക്കിയില്ല. അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ടാലന്റിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു പൊട്ടൻഷ്യലിനോ വികസിപ്പിക്കാൻ പറ്റുന്ന രീതിയിലൊന്നും അല്ല ഞാൻ പ്രോജക്റ്റ് തന്നിരിക്കുന്നത്. ഏറ്റവും ഈസി ആയിട്ട് ഏത് ആൾക്കാർക്കും എങ്ങനെ വേണമെങ്കിലും എല്ലാ ആളുകൾക്കും ഈസി ആയിട്ട് എന്താ പറയുക ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് ആണ് ഞാൻ തന്നെയെന്ന് വിചാരിക്കുന്നത്. എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ അവിടെ പ്രത്യേകിച്ച് ഒരു ഗ്രോത്ത് ആണ് നിങ്ങളിൽ ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല. കാര്യം വേറെ നിങ്ങളുടെ കഴിവോ പൊട്ടൻഷ്യലോ ഒന്നും അവിടെ പ്രകടിപ്പിക്കേണ്ട ഒരു സാഹചര്യം അവിടെ വന്നിട്ടില്ല. അതേസമയം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് ഞാൻ തരണേന്ന് വിചാരിക്കാം. സ്വാഭാവികമായിട്ടും അത് കോംപ്ലക്സ് ആയതുകൊണ്ട് തന്നെ പലവരും എന്ത് ചെയ്യും, പല രീതിയിലായിരിക്കും എഫക്ട് ഇടുക, അല്ലെ? പല രീതിയിൽ എഫക്ട് ഉണ്ട്. ചിലവർ അവരുടെ മാക്സിമം പൊട്ടൻഷ്യൽ ഉപയോഗിക്കും. ഓരോരുത്തരുടെയും പൊട്ടൻഷ്യൽ വ്യത്യാസമുണ്ട്, അല്ലെ? അതേ രീതിയിലായിരിക്കും അവർ ആ ഒരു പ്രോജക്റ്റിനെ ഹാൻഡിൽ ചെയ്യുന്നതും ആ രീതിയിലായിരിക്കും അവർ പ്രോജക്റ്റ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അത് നിങ്ങളുടെ ഉള്ളിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകും, അല്ലെ? ഒരു ഗ്രോത്ത് ഉണ്ടാക്കും. നമുക്ക് എന്താ പറയുക, അച്ചീവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എത്രത്തോളം ശ്രമിക്കുന്നോ അത്രത്തോളം നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാവും, ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്. അതേസമയം ഈസി ആയിട്ട് കിട്ടുന്ന കാര്യങ്ങൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാകുമ്പോൾ വലിയ ഗ്രോത്ത് ഒന്നും ഉണ്ടാവില്ല നമുക്ക്, കേട്ടോ? അത് മനസ്സിലാക്കാം. അത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്, കേട്ടോ? വിത്ത് കോംപ്ലക്സ് സിസ്റ്റംസ് ആൻഡ് വർക്ക് ഗ്രോത്ത് ഇറ്റ് ഈസ് ഈസി ഫോർ ദ പൊട്ടൻഷ്യൽ ഫോർ റാപ്പിഡ് ഗ്രോത്ത്, അല്ലെ? അതായത് നമ്മൾ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സിസ്റ്റംസിലൂടെ വർക്ക് ഫ്ലോസിലൂടെ ഒക്കെ മുന്നോട്ട് പോകുകയാണെങ്കിൽ അതൊരു ഓർഗനൈസേഷനെ സംബന്ധിച്ചത് അവിടെ പെട്ടെന്ന് ഒരു ഗ്രോത്ത് ഉണ്ടാവും. കാര്യം കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് അത്രത്തോളം എഫക്ട് എടുക്കും, അത്രത്തോളം കോംപ്ലിക്കേറ്റ് ചെയ്യും. അതിനനുസരിച്ച് ഒരു പെട്ടെന്ന് ഒരു ഗ്രോത്ത് അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഗ്രോത്ത് ഉണ്ടാകുക മാത്രമല്ല, ഗ്രോത്ത് ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ അവിടെ പല പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ നോക്കാം. ബി ഷുവർ ടു proactively plan for when an issue occurs that may affect the scope, so that the team can respond quickly and efficiently. നമ്മൾ എന്ത് ചെയ്യണം, എന്തെങ്കിലും ഇപ്പൊ ആ ഒരു ഇന്റേണൽ ഓഡിറ്റിന്റെ സ്കോപ്പിനെ, അതിന്റെ ആ ഒരു പരിധിയിനെ എഫക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഇഷ്യൂസ് അവിടെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രോആക്റ്റീവ് ആയിട്ട് തന്നെ പ്ലാൻ ചെയ്യണം. പ്രോആക്റ്റീവ് ആയിട്ട് പ്ലാൻ ചെയ്യാന്ന് വെച്ചാൽ മുൻകൂട്ടി തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്യണം. അതായത് നമ്മൾ പറയില്ലേ, പ്രശ്നം വന്നിട്ട് അത് പരിഹരിക്കുന്നേക്കാളും നല്ലത് എന്താണ്, പ്രശ്നം വരുന്നത് മുന്നിൽ കാണാം. പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് നേരത്തെ തന്നെ അതിലൊരു പ്ലാൻ തയ്യാറാക്കി, കേട്ടോ? അതാണ് പ്രോആക്റ്റീവ്ലി പ്ലാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ആ ഒരു ഇന്റേണൽ ഓഡിറ്റിന്റെ സ്കോപ്പിനെ എഫക്ട് ചെയ്യാൻ സാധ്യതയുള്ള പ്രശ്നങ്ങള് അതിന് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ പ്രോആക്റ്റീവ് ആയിട്ട് മുൻകൂട്ടി തന്നെ നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഇന്റേണൽ ഓഡിറ്റ് ടീമിന് ഏറ്റവും വളരെ പെട്ടെന്ന് തന്നെ വളരെ എഫിഷ്യന്റ് ആയിട്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പ്രശ്നങ്ങൾ വന്ന് റെസ്പോണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. ശരിയല്ലേ പറഞ്ഞത്? നമ്മളൊരു പ്രശ്നം വന്ന് ആ പ്രശ്നത്തിനെ മനസ്സിലാക്കി പിന്നീട് ഒരു പരിഹാരത്തിന് വേണ്ടി നമ്മൾ സമയമെടുക്കും. അതേസമയം നമ്മൾ ആ പ്രശ്നം ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ടെന്ന് നമ്മൾ മുന്നിൽ കാണാണ്. മുന്നിൽ കണ്ട് നേരത്തെ തന്നെ നമ്മളൊരു പ്ലാൻ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഇഷ്യൂ വരുമ്പോൾ ആ ടീമിനെ ഇന്റേണൽ ഓഡിറ്റിന് പെട്ടെന്ന് തന്നെ ഏറ്റവും പെട്ടെന്ന് അവർക്ക് റെസ്പോണ്ട് ചെയ്യാനും വളരെ എഫിഷ്യന്റ് ആയിട്ട് അവർക്ക് റെസ്പോണ്ട് ചെയ്യാനും സാധിക്കും. ഓക്കെ, ക്ലിയർ? എക്സാമ്പിൾ പറയുന്നുണ്ട്.
ഡു യു ഇഗ്നർ ദ ഇഷ്യൂ, ഇഷ്യൂ അല്ലാണ്ടോ, ഇഷ്യൂ എന്നാണ് ടി വെട്ടിക്കളഞ്ഞിപ്പോ. ഡു യു ഇഗ്നർ ദ ഇഷ്യൂ ആഡ് ടു ഇറ്റ് ആൻഡ് പുട്ട് ഇറ്റ് ഓഫ് അണ്ടിൽ ഇറ്റ്. ഇപ്പൊ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മളത് ഇഗ്നോർ ചെയ്യാന്ന് വെച്ചാൽ നമ്മളത് വേണ്ടത്ര പരിഗണിക്കുന്നില്ല, അതിനെ നെഗ്ലക്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ് ശരിക്കും നിങ്ങൾ ചെയ്യുന്നത്? അതായത് ശരിക്കും എന്താണ്, യു ഹാവ് ടു കോൺട്രിബ്യൂട്ട് ടു ദാറ്റ് ഇഷ്യൂ. ആ ഇഷ്യൂലേക്ക് നിങ്ങൾ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാണ്. ആ ഇഷ്യൂടെ പരിഹരിക്കപ്പെടുന്നില്ല, പകരത്തിപ്പെടാണ് അതിലേക്ക് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. ഓക്കെ, വേറെ കാര്യമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് മനസ്സിലാക്കാം. ഇനി ഇവിടെ ശ്രദ്ധിക്കാം, when scope starts to expand, be sure to pump the brakes and reassess. ഇനി നമുക്ക് തോന്നാണ് ആ ഒരു ഇന്റേണൽ ഓഡിറ്റിന്റെ സ്കോപ്പ്, അതിന്റെ ആ ഒരു പരിധി എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിച്ച ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് വിട്ടുപോകുന്നുണ്ട് അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്ത് പോകുന്നുണ്ട് എന്ന് നമുക്ക് തോന്നുന്ന നിമിഷം ഉടനടി നമ്മൾ എന്ത് ചെയ്യണം? ബി ഷുവർ ടു പമ്പ് ദ ബ്രേക്സ് ആൻഡ് റിസർവ്. അപ്പൊ നമ്മൾ ബ്രേക്ക് ചെയ്യണം. ബൗണ്ടറി വിട്ടു പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ അവിടെ അത് ബ്രേക്ക് ചെയ്യാൻ വേണം, അത് റീഅസസ് ചെയ്യണം, ഒന്നുകൂടെ നമ്മൾ എന്ത് ചെയ്യണം? അതൊന്ന് വിലയിരുത്തണം. കാര്യം എന്താണ്, സ്കോപ്പ് വിട്ടുപോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പൊ അങ്ങനെ വന്നാൽ അവിടെ ഓൺ ദി സ്പോട്ടിൽ അത് ബ്രേക്ക് ചെയ്യാൻ നമ്മൾ റീഅസസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോ ഇവിടെ പറയുന്നത് നത്തിങ് ഈസ് വേഴ്സ് ദാൻ അലൗവിങ് ദ സ്കോപ്പ് ടു ഇൻക്രീസ് ആൻഡ് ലേറ്റർ റിയലൈസിംഗ് ദാറ്റ് യു ആർ വൺ സ്റ്റെപ്പ് അവേ ഫ്രം ബേസിക്കലി ഓഡിറ്റിംഗ് ദ എൻറ്റയർ ഓർഗനൈസേഷൻ ആൻഡ് ഓൾ ദ പ്രോസസ്. അതായത് ശരിക്കും അവിടെ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നമ്മള് ആ സ്കോപ്പ് ഒരു പരിധി വിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ അനുവദിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് കുറെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ റിയലൈസ് ചെയ്യും അപ്പോ നമ്മള് ഒരു തവണ അല്ലെങ്കിൽ ഈ സ്കോപ്പ് ഒരുപാട് എക്സ്പാൻഡ് ചെയ്ത് പോയി പിന്നീടാണ് നമ്മൾ റിയലൈസ് ചെയ്യണം ഇത് വല്ലാത്ത ഒരു എക്സ്പാൻഡ് ചെയ്ത് പോയി എന്ന് മനസ്സിലാക്കുന്നത് ഏറ്റവും മോശമായിട്ടുള്ള ഒരു അവസ്ഥയാണെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അത് ഇന്റേണൽ ഓഡിറ്റിനെ ബാധിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് സ്കോപ്പ് ക്രീപ്പ് കേട്ടോ. എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇന്റേണൽ ഓഡിറ്റിന്റെ പരിധി അതിന്റെ ഒറിജിനൽ ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് എക്സ്പാൻഡ് ചെയ്ത് പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ സ്കോപ്പ് ക്രീപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ നിങ്ങൾക്ക്? നമ്മൾ എന്താ ശരിക്കും പഠിക്കുന്നത്? ഒരു ഇന്റേണൽ ഓഡിറ്റിനെ നെഗറ്റീവ്ലി എഫക്ട് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് അല്ലെ. ഇത് നെഗറ്റീവ്ലി എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് സ്കോപ്പ് പരിധി വിട്ട് പോവുക എന്നുള്ളത്. ആ ഇന്റേണൽ ഓഡിറ്റിന്റെ വിപുലമായിട്ട് ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് നോട്ട് ടോക്കിംഗ് ടു ഓൾ ക്ലയന്റ്സ് ഓർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അതുപോലെ നമ്മൾ ഇന്റേണൽ ഓഡിറ്റ് നടത്തുന്ന സമയത്ത് എല്ലാ ക്ലയന്റ്സും സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് നമ്മൾ ശരിയായ രീതിയിൽ സംസാരിക്കാതിരിക്കുന്നതും എന്തിനെ ബാധിക്കും? ഇന്റേണൽ ഓഡിറ്റിനെ ബാധിക്കും. അതെന്താ നോക്കാം. അതായത് ബി ഷുവർ ടു ഇൻവോൾവ് യുവർ ക്ലയന്റ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഏർലി ആൻഡ് ഓഫൻ. അതായത് നമ്മൾ ഒരു ഇന്റേണൽ ഓഡിറ്റ് നടത്തുന്ന സമയത്ത് നമ്മുടെ ക്ലയന്റ്സ്, അതായത് നമ്മൾ ഇന്റേണൽ ഓഡിറ്റ് നടത്താൻ എങ്ങനെയായിരിക്കും? ആളുകളുമായിട്ടൊക്കെ സംസാരിച്ചും സർവേയിലൂടെയും ഇന്റർവ്യൂവിലൂടെയും ഒക്കെയാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, അതായത് നമുക്ക് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത് ആണല്ലോ. അപ്പൊ നമ്മൾ ഈ പറയുന്ന ക്ലയന്റ്സുകള്, മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് വെച്ചാൽ അതിന്റെ പാർട്ട്നേഴ്സ്, അവരെല്ലാവരും തന്നെ ആ ഒരു ഇന്റേണൽ ഓഡിറ്റില് നല്ല രീതിയിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. എന്ന് പറഞ്ഞിരിക്കുന്നത് recommend going deeper than managers or team leads, talk with the staff, engineers, etc. Many times, the people in the trenches may be following a completely different process than what is documented or understood by the management. അതായത് നമ്മൾ ഇന്റേണൽ ഓഡിറ്റ് നടത്തുന്ന സമയത്ത് നമ്മൾ ടോപ്പ് മാനേജേഴ്സിനോട് സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ അല്ലെങ്കിൽ ടീം ലീഡേഴ്സിനോടൊക്കെ സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ എന്ത് ചെയ്യാം? മറ്റ് സ്റ്റാഫുകള് അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ്, അവരെന്നൊക്കെ പറയുന്നത് എന്താണ്? താഴേക്കിടയിൽ നേരിട്ട് വർക്കുകൾ ചെയ്യുന്ന ആൾക്കാർ ഇവരൊക്കെയാണ് അല്ലെ. ഈ പറയുന്ന സ്റ്റാഫുകള്, എഞ്ചിനീയേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ അവരാണ് നേരിട്ട് വർക്കുകൾ ചെയ്യുന്ന ആൾക്കാർ, അവരാണ്. അപ്പൊ അവരുമായിട്ട് കൂടുതൽ സംസാരിക്കാനുള്ളതാണ്. നമ്മള് മാനേജർമാര്, എക്സിക്യൂട്ടീവ്സ്, ടീം ലീഡേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന ആളുകളാണ്.
അവരെ സംബന്ധിച്ച് അവര് കാര്യങ്ങൾ മാനേജ് ചെയ്ത് പോവാ, സൂപ്പർവൈസ് ചെയ്ത് പോവാ, ശരിക്കും ഒരു വർക്ക് ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്നോ അല്ലെങ്കിൽ അതിന് നേരിടേണ്ടി വരുന്ന ചാലഞ്ചസ് എന്താണെന്നോ ഒരു പക്ഷെ മാനേജേഴ്സിന് അറിയുമെന്ന് വരില്ല. ശരിയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരിട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്കാണ്, നമ്മൾ ജോലി ചെയ്യുമ്പോഴാണ് നമുക്കാണ് അതിന്റെ ബുദ്ധിമുട്ടുകളും അവിടെ വരുന്ന ചാലഞ്ചസുകളൊക്കെ നമുക്ക് നേരിട്ട് മനസ്സിലാവും. ജോലി ചെയ്യുന്നവർക്ക് മനസ്സിലാവും. അതേസമയം നമ്മളെ കൺട്രോൾ ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ നമ്മളെ മാനേജ് ചെയ്ത് ജസ്റ്റ് സൂപ്പർവൈസ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു പക്ഷെ അതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുന്നില്ല അല്ലെ? അവർക്ക് ചിലപ്പോൾ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണെന്നോ അതിന് ഇത്രത്തോളം സിവിയറിറ്റി ഉണ്ടെന്നോ ഒരു പക്ഷെ ടോപ്പ് മാനേജേഴ്സിന് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് നമ്മൾ ഈ പറയുന്ന മാനേജേഴ്സ്, ടീം ലീഡേഴ്സ് അവരോടൊക്കെ സംസാരിക്കേണ്ടതല്ല, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലും കൂടുതലായിട്ട് നമ്മൾ താഴേക്കിടയിലുള്ള സ്റ്റാഫുകള്, എഞ്ചിനീയേഴ്സ് അവരുമൊക്കെ ആയിട്ട് കൂടുതൽ സംസാരിക്കണം. കാര്യം അവർക്കാണ് കുറെ കൂടെ ജെന്യുവിൻ ആയിട്ടുള്ള, അവർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഏരിയയെ സംബന്ധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെ കുറിച്ചും ഒരു പക്ഷെ അവർക്കായിരിക്കും കൂടുതൽ വിവരങ്ങൾ തരാനായിട്ട് സാധിക്കും. മനസ്സിലായല്ലോ? അതാണ് പറയുന്നത്. മെനി ടൈംസ് the people in the trenches means the people on the ground. Ground means ഇങ്ങനെയുള്ള ഏറ്റവും താഴേക്കിടയിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫുകള്, എഞ്ചിനീയേഴ്സ്, they may be following a completely different process than what is documented or understood by management. അതായത് മാനേജ്മെന്റിന് മനസ്സിലാകുന്നതിനേക്കാളും അല്ലെങ്കിൽ മാനേജ്മെന്റ് രേഖപ്പെടുത്തുന്നതിനേക്കാളും വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഒരു പക്ഷെ അവര് ഫോളോ ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ അവര് എന്താണ് തരുന്ന ഇൻഫർമേഷൻ ഉണ്ടാവാം. മാനേജ്മെന്റ് ചിലപ്പോ കാര്യങ്ങൾ എന്തൊക്കെയാ അവര് പറയുന്നത് അനുസരിച്ച് അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് മാത്രമേ മാനേജ്മെന്റിന് ഒരു പക്ഷെ മനസ്സിലാകുന്നുണ്ടാവും. അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടായിരിക്കും അവര് വിവരങ്ങൾ ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ ആവണമെന്നില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രോസസ്സിലൂടെ ആയിരിക്കാം ഒരു പക്ഷെ താഴേക്കിടയിലുള്ള ജോലിക്കാര് കടന്നു പോകുന്നത്. സോ നമ്മൾ അവരുമായിട്ട് നേരിട്ട് സംസാരിക്കുമ്പോഴാണ് കറക്റ്റ് കാര്യങ്ങൾ നമുക്ക് അവരിൽ നിന്ന് കിട്ടുള്ളൂ. പലപ്പോഴും എന്താ സംഭവിക്കണേ, നമ്മൾ ഇന്ത്യയുടെ ഓഡിറ്റ് നടത്തുക താഴേക്കിടയിലേക്ക് ഡീപ്പായിട്ട് നമ്മൾ ചെയ്യില്ല. നമ്മൾ ടോപ്പ് മാനേജേഴ്സ് ആരാണ്, ടോപ്പ് എക്സിക്യൂട്ടീവ്സ് ആണ്, അവരുമായിട്ട് നമ്മൾ സംസാരിക്കും. അപ്പൊ അവര് പറയുന്ന കാര്യങ്ങൾ കേട്ട് നമ്മൾ റിപ്പോർട്ട് തയ്യാറാക്കി ശരിയാവില്ല. ശരിക്കും താഴേക്കിടയിലേക്ക് ഇറങ്ങി ചെന്ന് നേരിട്ട് വർക്കേഴ്സുമായിട്ട് സംസാരിക്കുമ്പോഴാണ് ശരിയായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും എങ്ങനെയൊക്കെയാണെന്നും മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതാണ് അവിടെ പറയുന്നത്. നോട്ട് ടു ടോക്കിംഗ് ടു, ഇങ്ങനെയുള്ള ക്ലയൻസ് ആയിട്ടും സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരുന്നത് കഴിഞ്ഞാൽ അതെന്തിനും പ്രതികൂലമായിട്ട് ബാധിക്കും, ഇന്ത്യയുടെ ഗവൺമെന്റിനെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? മനസ്സിലായോ? ഓക്കെ അല്ലേ എല്ലാവർക്കും? നെക്സ്റ്റ് വരുന്നത് നോട്ട് റിവ്യൂവിംഗ് ദ ഡാറ്റ. അതുപോലെ ഡാറ്റകള് ശരിയായി റിവ്യൂ ചെയ്യാതിരിക്കുന്നതും പ്രശ്നമാണ്. ഓക്കെ, ശരിയായ രീതിയിൽ അവലോകനം ചെയ്യാതിരിക്കുന്നതും പ്രശ്നമാണ്. ഏതിനെ ബാധിക്കും? ഇന്റേണൽ ഓഡിറ്റിനെ ബാധിക്കും. ശ്രദ്ധിക്കുക. When data is needed, it's typical to ask the team you are auditing to provide it. But how do you know that the data is accurate? If possible, sit with the DBA or data provider to understand how the data is being generated. Always ask questions and try to get the data that has been generated directly from the system, along with the queries or constraints used to generate it. എന്താണ് പറയുന്നത്? ഇപ്പൊ നമുക്കൊരു ഡാറ്റ ആവശ്യമായിട്ട് വന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ പോകുന്ന ടീം ആരാണോ അല്ലെങ്കിൽ നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന ആളുകൾ ആരാണോ അവരോട് നമ്മൾ നേരിട്ട് ചോദിക്കും അല്ലെ? അവരോട് നമ്മൾ ചോദിച്ച് അവരിൽ നിന്ന് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യും. ഇനി അടുത്തൊരു പ്രശ്നം എന്താണ്? ഹൗ ഡു യു നോ ദാറ്റ് ദ ഡാറ്റ ഈസ് ആക്യുറേറ്റ്? അവര് തരുന്ന ഡാറ്റ കൃത്യതയുണ്ടെന്ന് നമുക്ക് എന്ത് ഉറപ്പാണുള്ളത് അല്ലെ? ഇപ്പൊ നമ്മൾ ഒരാളുടെ അടുത്തൊരു കാര്യം ചോദിച്ചു, അയാൾ സത്യസന്ധമായിട്ടായിരിക്കില്ല ചിലപ്പോ പറയുന്നുണ്ടാവാം. നമ്മൾ അത് അതേപടി തന്നെ മുഖവിലേക്ക് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഇന്റേണൽ ഓഡിറ്റിനെ ബാധിക്കും. ശരിയല്ലേ? ചില ആൾക്കാര് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയും, ചിലര് ചിലപ്പോ മാനിപ്പുലേറ്റ് ചെയ്തിട്ടായിരിക്കും കാര്യങ്ങൾ പറയും അല്ലെ? അങ്ങനെയൊക്കെ സംഭവിക്കാലോ. അപ്പൊ അവര് തരുന്ന ഡാറ്റ ആക്യുറേറ്റ് ആണ് എന്നുള്ളത് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? അത് നമുക്ക് അതിന്റെ ആക്യുറസി ഉറപ്പ് വരുത്തണം അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇഫ് പോസിബിൾ, സാധിക്കുവാണെങ്കിൽ സിറ്റ് വിത്ത് DBA. DBA എന്ന് വെച്ചാൽ ഡാറ്റാ ബേസ് അഡ്മിനിസ്ട്രേറ്റർ എന്നാണ് കേട്ടോ.
ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ അഥവാ ഡാറ്റ പ്രൊവൈഡർ ഉണ്ട്. ഓക്കെ, അതായത് നേരിട്ട് തന്നെ നമുക്ക് ഡാറ്റകൾ തരുന്ന ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർമാര് അല്ലെങ്കിൽ ഡാറ്റാബേസ് പ്രൊവൈഡേഴ്സ് അല്ലെ. അതായത് അതുമായിട്ട് നമ്മൾ പരമാവധി അതുമായിട്ട് നമ്മൾ കോപ്പറേറ്റ് ചെയ്ത് എങ്ങനെയാണ് ഡാറ്റ ജനറേറ്റ് ചെയ്യുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അല്ലാതെ ഒരാളോട് ചോദിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ എന്ത് ചെയ്യാം, ഡാറ്റ പ്രൊവൈഡർ അല്ലെങ്കിൽ ഡാറ്റ അഡ്മിനിസ്ട്രേറ്ററുമായിട്ട് നേരിട്ട് പോയി അവരോടൊപ്പം ഇരുന്ന് എങ്ങനെയാണ് ആ ഡാറ്റ ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അതുപോലെ തന്നെ എന്താണ്, ഓൾവേസ് ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ട്രൈ ടു ഗെറ്റ് ഡാറ്റ ഹാസ് ബീൻ ജനറേറ്റഡ് ഡയറക്ട്ലി ഫ്രം ദ സിസ്റ്റം. അതുപോലെ നമ്മൾ എപ്പോഴും അവരോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അവരോട് കാര്യങ്ങൾ ചോദിക്കാം. അതുപോലെ സിസ്റ്റത്തിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ആ ഡാറ്റ ജനറേറ്റ് ചെയ്തെടുക്കാം. നമ്മളൊരു അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇന്റർമീഡിയറ്റ്സ് ഒന്നും വേണ്ടാണ്, ഇന്റർമീഡിയറ്റ്സ് ഒന്നും ഇല്ലാതെ നമ്മൾ നേരിട്ട് പോയി സിസ്റ്റത്തിൽ നിന്ന് തന്നെ ആ ഡാറ്റകൾ ഡയറക്റ്റ് ആയിട്ട് ജനറേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കുറയ്ക്കാൻ പറ്റും, എററുകൾ കുറയ്ക്കാൻ പറ്റും, മാനിപ്പുലേഷൻസ് ഒക്കെ കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ പല കാര്യങ്ങളും ചോദിക്കുമ്പോ നമ്മളോട് പറയുന്ന കാര്യങ്ങളും യഥാർത്ഥ കാര്യങ്ങളും ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ ചില ആൾക്കാര് കാൽക്കുലേറ്റ് ചെയ്ത് കാര്യങ്ങൾ സംസാരിക്കും അല്ലെ. ആ കാര്യങ്ങൾ അതേപടി വിശ്വസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് അത് പ്രശ്നമാവും. അതേസമയം നമ്മൾ നേരിട്ട് പോയി ആ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ ഡാറ്റ എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിലുള്ള മാനിപ്പുലേഷൻസും അതുപോലെ എററുകളും ഒക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. along with the queries or constraints user to generate. ജനറേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരുപാട് അന്വേഷണങ്ങളും പരിമിതികളൊക്കെ ഉണ്ട്. പക്ഷെ ആ പരിമിതികൾക്കുള്ളിൽ നിന്നും പരമാവധി സിസ്റ്റത്തിൽ നിന്ന് നേരിട്ട് പോയി നമ്മൾ എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് തന്നെ ആ ഡാറ്റകൾ ജനറേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറെ കൂടെ കറക്റ്റ് ആയിട്ടുള്ള ഇന്ത്യയിലൂടെ നടത്താൻ പറ്റും. പക്ഷെ പലപ്പോഴും ഇത് നടക്കാറില്ല. അതാണ് അവിടെ പറയുന്നത് നോട്ട് റിവ്യൂവിങ് ഡാറ്റ ഒരിക്കലും എന്ത് ചെയ്യാറില്ല, റിവ്യൂ ചെയ്യാതിരിക്കുക. അല്ലെ, നമുക്ക് കിട്ടുന്ന ഡാറ്റ ഒരാൾക്ക് ചോദിച്ചു, അയാൾ പറഞ്ഞത് അതേപടി വിശ്വസിച്ചു, അത് വെച്ച് ഇന്ത്യയുടെ ഓഡിറ്റ് തയ്യാറാക്കി കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ റിവ്യൂ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ ഓഡിറ്റിനെ നെഗറ്റീവ് ആയിട്ട് എഫക്ട് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണോ, മനസ്സിലായോ പറഞ്ഞ കാര്യം? ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത് ഒബ്ജക്ടിവിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ്. ശരിക്കും ഇവിടെ വേണ്ടത് ലാക്ക് ഓഫ് ഒബ്ജക്ടിവിറ്റി എന്ന് എഴുതണം, അപ്പോഴാണ് അത് കറക്റ്റ് ആവുള്ളൂ. ഒബ്ജക്ടിവിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നിഷ്പക്ഷതയും അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ് അല്ലെ, അതായത് വളരെ സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ട് അല്ലെ. ഓക്കെ, ആ രീതിയിൽ പ്രവർത്തിക്കാനുള്ളത്, അതായത് ആ രീതിയിൽ പ്രവർത്തിക്കുന്നത് ലാക്ക് വരുമ്പോഴാണ്. ശരിക്കും ഇവിടെ വേണ്ടത് ലാക്ക് ഓഫ് എന്നാണ് കേട്ടോ, ലാക്ക് ഓഫ് ഒബ്ജക്ടിവിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ് കേട്ടോ. അങ്ങനെ എഴുതിയാണെങ്കിൽ നല്ലതായിരിക്കും. കാര്യം അതാണ് ഒരു ഇന്റേണൽ ഓഡിറ്റിനെ നെഗറ്റീവ് ആയിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ലാക്ക് ഓഫ് ഒബ്ജക്ടിവിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ് അല്ലെ. അതായത് നമ്മളൊരു ഇന്റേണൽ ഓഡിറ്റ് നടത്തുമ്പോൾ തുടക്കമേ നമ്മൾ പറഞ്ഞു, ഒരു ഇന്റേണൽ ഓഡിറ്റ് ടീമിലെ മെമ്പേഴ്സ് എങ്ങനെയായിരിക്കണം, അവര് വളരെയധികം അൺബൈസ്ഡ് ആയിരിക്കണം അല്ലെ, നിഷ്പക്ഷമായിരിക്കണം. അതുപോലെ തന്നെ എന്താണ്, അവര് നിസ്വാർത്ഥരായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കണം അല്ലെ, വളരെ സ്വതന്ത്രമായിട്ടുള്ള രീതിയിൽ അഭിപ്രായങ്ങൾ പറയുകയും ആ കാര്യങ്ങളെ അനലൈസ് ചെയ്യുന്ന ആളുകളായിരിക്കണം. അതായത് ആരുടെയും പക്ഷം ചേർന്ന് ബയസ്ഡ് ആയിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കും അല്ലെ. അപ്പൊ ഒബ്ജക്ടിവിറ്റി വളരെ നിഷ്പക്ഷമായിട്ട് നമ്മൾ പ്രവർത്തിക്കാതിരുന്നാല്, അല്ലെങ്കിൽ ഒട്ടും ഇൻഡിപെൻഡൻസ് ഇല്ലാതെ സ്വാതന്ത്ര്യമായിട്ട് അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് നമ്മൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യയുടെ ഓഡിറ്റിനെ വളരെ നെഗറ്റീവ് ആയിട്ട് തന്നെ എഫക്ട് ചെയ്യും കേട്ടോ. അതാണ് അവിടെ പറയുന്നത്. ദിസ് ഹാസ് ബിക്കം പെർട്ടിക്കുലർലി ഇമ്പോർട്ടന്റ് ഇൻ എ സ്മോളർ ഓർഗനൈസേഷൻ. അപ്പൊ ഇത് കൂടുതൽ വരുന്നത്, ഇങ്ങനെയുള്ള പ്രശ്നം വരുന്നത് ചെറിയ ചെറിയ ഓർഗനൈസേഷൻ ആണ് കേട്ടോ. സ്മോളർ ഓർഗനൈസേഷനിലാണ് ഇത് കുറെ കൂടി ഇമ്പോർട്ടൻസ് വരുന്നത്. അതെന്താണെന്ന് നോക്കാം. അതേസമയം ഇൻ എ ലാർജർ ഓർഗനൈസേഷൻ ഇന്റേണൽ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ടു എ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓർ എൻ ഓഡിറ്റ് കമ്മിറ്റി. അല്ലെ, ശരിയാണ്. വലിയ വലിയ ഓർഗനൈസേഷൻ ഒക്കെ ആകുമ്പോൾ ഇന്റേണൽ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് കൊടുക്കുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനാണ്, അല്ലെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റിക്കാണ് അവർ റിപ്പോർട്ട് കൊടുക്കുന്നത്. പക്ഷേ സ്മോളർ കമ്പനീസ്, ചെറിയ ചെറിയ കമ്പനികളാകുമ്പോൾ ഇന്റേണൽ ഓഡിറ്റർ മേ ബി റിപ്പോർട്ടിംഗ് ടു ദ സെയിം പേഴ്സൺ ഓർ ഗ്രൂപ്പ് ദേ ആർ ഓഡിറ്റിംഗ്. ചെറിയ കമ്പനി ആകുമ്പോൾ ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കുന്നത് നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് തന്നെയാണ് ആ റിപ്പോർട്ട് കൊടുക്കുന്നത്. അല്ലാണ്ടല്ല നമ്മൾ ആരുടെ അടുത്തൊക്കെ ചോദിച്ചിട്ടാണോ നമ്മൾ ആ കണക്കും കാര്യങ്ങളും എടുക്കുന്നത്, അവർക്ക് തന്നെയാണ് നമ്മൾ തിരിച്ച് റിപ്പോർട്ട് കൊടുക്കുന്നത്. അവർക്ക് തന്നെ റിപ്പോർട്ട് കൊടുത്തതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഉണ്ടാകുന്നില്ല അല്ലെ. അതേസമയം നമ്മൾ വലിയ വലിയ ഓർഗനൈസേഷൻ ആകുമ്പോൾ നമ്മൾ വിവരങ്ങൾ ചോദിക്കുന്ന ആളുകളിൽ നിന്നല്ല, അവർക്കല്ല നമ്മൾ റിപ്പോർട്ട് കൊടുക്കും.
നമ്മൾ റിപ്പോർട്ട് കൊടുക്കുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനും എക്സിക്യൂട്ടീവ്സിനാണ്. പക്ഷെ ചെറിയ കമ്പനി ആകുമ്പോൾ ഇന്ത്യയുടെ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കുന്നത് ആരെയാണോ അവർ ഓഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയത്, ആരിൽ നിന്നുമൊക്കെയാണോ അവർ വിവരങ്ങൾ ശേഖരിച്ചത്, അവർക്ക് തന്നെയാണ് റിപ്പോർട്ട് അവിടെ കൊടുക്കുന്നത്. അപ്പോ അങ്ങനെ കൊടുക്കുമ്പോൾ ഏറ്റവും നിഷ്പക്ഷമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ദ ക്രൂഷ്യൽ ഫാക്ടർ ഈസ് റിമൈനിങ് ഇംപാർഷ്യൽ. ഇംപാർഷ്യൽ ആയിട്ട് പ്രവർത്തിക്കാം, പാർഷ്യാലിറ്റി കാണിക്കാതിരിക്കാം. ചില ആളുകളോട് ഫേവറബിൾ ആയിട്ട്, മറ്റു ചില ആളുകളോട് ഒട്ടും ഫേവറബിൾ ആയിട്ട് ആ രീതിയിൽ ഒരിക്കലും പെരുമാറാനായിട്ട് പാടില്ല. സോ ദ ക്രൂഷ്യൽ ഫാക്ടർ ഈസ് റിമൈനിങ് ഇംപാർഷ്യൽ. ഇംപാർഷ്യൽ ആയിട്ട് റിമൈൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതുപോലെ ഇൻഡിപെൻഡന്റ് ആൻഡ് ഹാവിങ് എ ഫോർവേഡ് ലുക്കിംഗ് മൈൻഡ് സെറ്റ്. അത് വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട്, വളരെ നിഷ്പക്ഷമായിട്ട്, നിസ്വാർത്ഥമായിട്ടായിരിക്കണം. അത് ഫോർവേഡ് ലുക്കിംഗ്, അതായത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്ന രീതിയിലായിരിക്കണം എന്ത് നടത്തേണ്ടത്, ഇന്ത്യയുടെ ഓഡിറ്റ് നടത്തേണ്ടത്. അതുപോലെ പലപ്പോഴും ഇത് എന്ത് സംഭവിക്കാറുണ്ട്, ഇതവിടെ ഉണ്ടാകാറില്ല. ഈ ഒരു ഒബ്ജക്ടിവിറ്റി ഇൻഡിപെൻഡൻസ് ഒന്നും കറക്റ്റ് ആയിട്ട് അവിടെ ഫോളോ ചെയ്യപ്പെടാറില്ല. അങ്ങനെ വരുമ്പോൾ അത് എന്തിനെ ബാധിക്കുന്നുണ്ട്, ഇന്ത്യയുടെ ഓഡിറ്റിനെ നെഗറ്റീവ് ആയിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, remember that an internal auditor is trying to help and should be allowed to do so even if the results are hard to hear. ഒരു കാര്യം ഇപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഇന്റേണൽ ഓഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും ഓർഗനൈസേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് ആ ഒരു ഓർഗനൈസേഷന്റെ ഈ പറയുന്ന പോലെ അപ്ഗ്രേഡേഷന് അല്ലെങ്കിൽ അവരെ കുറെ കൂടി ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അവരെ ഏറ്റവും അധികം സഹായിക്കുന്ന ഒരു വിഭാഗമാണ് ഇന്റേണൽ ഓഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. കാര്യം അവർ അവര് കണ്ടെത്തുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടുള്ളതായിരിക്കാം. എങ്കിൽ കൂടിയും ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ഇന്റേണൽ ഓഡിറ്റർ എന്ന് പറയുമ്പോൾ അവരെപ്പോഴും ഒരു ഓർഗനൈസേഷനെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെ പോയിന്റുകളാണ് നമ്മൾ പഠിച്ചത്? അതായത് ഒരു ഇന്റേണൽ ഓഡിറ്റിനെ ഈ പറയുന്ന പോലെ പ്രതികൂലമായിട്ട് ബാധിക്കാൻ സാധ്യതയുള്ള കോമൺ പിറ്റ്ഫാൾസ് എന്തൊക്കെയാണ്? സ്കോപ്പ് ക്രീപ്പ്. രണ്ടാമത്തത് എന്താണ്? നോട്ട് ടോക്കിംഗ് ടു ഓൾ കൈൻഡ്സ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. തേർഡ് വൺ, നോട്ട് റിവ്യൂവിംഗ് ദ ഡാറ്റ. ആൻഡ് ഫോർത്ത് വൺ, ഒബ്ജക്ടിവിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? വായിച്ചു നോക്കി, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് ഇൻ ഇന്റേണൽ ഓഡിറ്റ് കേട്ടോ. ഒരു ഇന്റേണൽ ഓഡിറ്റിൽ വരുന്ന പ്രൊഫഷണൽ സ്റ്റാൻഡേർഡുകളെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ശ്രദ്ധിക്കുക കേട്ടോ. ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റേണൽ ഓഡിറ്റേഴ്സ് ബ്രാക്കറ്റിൽ IIA. IIAയുടെ ഫുൾ ഫോം ആദ്യം പഠിച്ചു വെക്കാം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റേണൽ ഓഡിറ്റേഴ്സ് ഹാസ് സെറ്റ് the internationally recognized framework for internal audit. അതായത് ഒരു ഇന്റേണൽ ഓഡിറ്റിങ്ങിനായിട്ടുള്ള വളരെ ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡുകൾ ആര് സെറ്റ് ചെയ്തിട്ടുണ്ട്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റേണൽ ഓഡിറ്റേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആരാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്? IIA, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റേണൽ ഓഡിറ്റേഴ്സ് ഹാസ് സെറ്റ് the internationally recognized framework for internal auditing. അതായത് ഇന്റേണൽ ഓഡിറ്റിംഗ് ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ ആര് സെറ്റ് ചെയ്തിട്ടുണ്ട്? ഒരു ഫ്രെയിംവർക്ക് ആര് സെറ്റ് ചെയ്തിട്ടുണ്ട്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റേണൽ ഓഡിറ്റേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് ദ ഇന്റർനാഷണൽ പ്രൊഫഷണൽ പ്രാക്ടീസ് ഫ്രെയിംവർക്ക്, IPPF. കേട്ടോ, അണ്ടർലൈൻ ചെയ്ത് വെക്കാം.
അതായത് അതിന് നമ്മൾ എന്താ പറയാ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടല്ലോ, ആ ഫ്രെയിം വർക്കിന് എന്താണ് അറിയപ്പെടുന്നത്? ഇന്റർനാഷണൽ പ്രൊഫഷണൽ പ്രാക്ടീസ് ഫ്രെയിം വർക്ക് അഥവാ IPPF എന്നാണ് കേട്ടോ. ഇന്റർനാഷണൽ പ്രൊഫഷണൽ പ്രാക്ടീസ് ഫ്രെയിം വർക്ക് എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പോ ഈ ഒരു ഫ്രെയിം വർക്ക് ദ IPPF പ്രൊവൈഡ്സ് മാൻഡേറ്ററി ആൻഡ് സ്ട്രോങ്ലി റെക്കമെൻഡഡ് ഗൈഡൻസ്. അപ്പൊ ഈ പറയുന്ന IPPF അതായത് ഇന്റർനാഷണൽ പ്രൊഫഷണൽ പ്രാക്ടീസ് ഫ്രെയിംവർക്ക് അത് വളരെ മാൻഡേറ്ററി ആയിട്ടുള്ള, നിർബന്ധമായിട്ടുള്ള, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള, അതായത് ഈ പറയുന്ന ഇന്റേണൽ ഓഡിറ്റേഴ്സ് നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ട റെക്കമെൻഡേഷൻസ് ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഈ പറയുന്ന IPPF ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. IPPF എന്ന് പറഞ്ഞ ഫ്രെയിംവർക്ക് ആണ്. അത് ആ ഫ്രെയിംവർക്ക് ക്രിയേറ്റ് ചെയ്തത് ആരാണ്? അത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റേണൽ ഓഡിറ്റേഴ്സ് ആണ്. ഓക്കെ, അതിൽ ചേർന്നിട്ടാണ് ഈ സ്റ്റാൻഡേർഡുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ സ്റ്റാൻഡേർഡുകൾ നമ്മൾ അറിയപ്പെടുന്നത് ഇന്റർനാഷണൽ പ്രൊഫഷണൽ പ്രാക്ടീസ് ഫ്രെയിംവർക്ക് എന്നാണ്. അപ്പൊ അവരെന്താണ്? ഇന്റേണൽ ഓഡിറ്റേഴ്സ് നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ പറയുന്ന IPPF ആണ്. ഓക്കെ, these are the standards that are applied by over 160,000 internal auditors who are working globally within the framework. ശരിക്കും ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഏകദേശം 1,60,60,000 ഇന്റേണൽ ഓഡിറ്റേഴ്സ് ഈ പറയുന്ന സ്റ്റാൻഡേർഡുകളാണ് അവർ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, these are the standards that are applied by over 160,000 internal auditors who are working globally within the framework. അതായത് ശരിക്കും ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഏകദേശമാണ് പറയുന്നത് കേട്ടോ, 1,60,000 ഇന്റേണൽ ഓഡിറ്റേഴ്സ് ഈ പറയുന്ന സ്റ്റാൻഡേർഡുകൾ ഫോളോ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? മനസ്സിലായോ? ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്റേണൽ ഓഡിറ്റ് ആൻഡ് എക്സ്റ്റേണൽ ഓഡിറ്റ് ആണ് കേട്ടോ. ഒരു ഇന്റേണൽ ഓഡിറ്റും എക്സ്റ്റേണൽ ഓഡിറ്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ. അപ്പൊ നമ്മൾ കുറെ കാര്യങ്ങളുടെ ബേസിസിലാണ് നമ്മൾ ആ ഒരു കമ്പാരിസൺ നടത്തുന്നത് കേട്ടോ. ബേസിസ് ഫോർ കമ്പാരിസൺ, അതായത് കുറെ കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു കമ്പാരിസൺ നമ്മൾ നടത്തുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം. ഫസ്റ്റ് വൺ, ബേസിസ് ഫോർ കമ്പാരിസൺ മീനിങ് വെച്ചിട്ടാണ് കേട്ടോ. ഇന്റേണൽ ഓഡിറ്റും അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഓഡിറ്റും. ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു എൻ ഓൺഗോയിങ് ഓഡിറ്റ് ഫംഗ്ഷൻ performed within an organization by a separate internal auditing department. എന്താണ്? Internal audit refers to an ongoing audit function performed within an organization by a separate internal auditing department. അതായത് ഒരു ഓർഗനൈസേഷനിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ്, അതാണല്ലോ ഇന്റേണൽ ഓഡിറ്റ്. അപ്പൊ ഒരു ഓർഗനൈസേഷന് സെപ്പറേറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഇന്റേണൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ആ ഒരു ഓഡിറ്റിംഗ് ഫംഗ്ഷൻ, അത് ഓൺഗോയിങ് ആയിട്ടുള്ള തുടർച്ചയായിട്ട് നടക്കുന്ന ആ ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. വീണ്ടും പറയേണ്ട കാര്യം നമുക്കറിയാം, ഇന്റേണൽ ഓഡിറ്റ് എന്താണെന്ന് നമുക്കറിയാം. എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് എൻ ഓഡിറ്റ് ഫംഗ്ഷൻ പെർഫോംഡ് ബൈ ഇൻഡിപെൻഡന്റ് ബോഡി വിച്ച് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദ ഓർഗനൈസേഷൻ. അതായത് ആ ഒരു ഓർഗനൈസേഷന്റെ ഭാഗമല്ലാത്ത എന്താണ് ഒരു ടീമാണ് എന്ത് നടത്തുന്നത്? എക്സ്റ്റേണൽ ഓഡിറ്റ് നടത്തുന്നത്. ഓക്കെ, എക്സ്റ്റേണൽ ഓഡിറ്റ് ഈസ് ആൻ ഓഡിറ്റ് ഫംഗ്ഷൻ പെർഫോംഡ് ബൈ ദ ഇൻഡിപെൻഡന്റ് ബോഡി വിച്ച് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദ ഓർഗനൈസേഷൻ. ആ ഒരു ഓർഗനൈസേഷന്റെ ഭാഗമല്ലാത്ത വളരെ ഒരു തേർഡ് പാർട്ടി എന്നൊക്കെ നമുക്ക് പറയാം, ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ബോഡി നടത്തുന്ന ഒരു ഓഡിറ്റിങ്ങിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ഫാക്ടർ നമ്മൾ എടുക്കുന്നത് ഒബ്ജക്റ്റീവ് ആണ്, ലക്ഷ്യമാണ്. ഒരു ഇന്റേണൽ ഓഡിറ്റിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ഒരു എക്സ്റ്റേണൽ ഓഡിറ്റിന്റെ ലക്ഷ്യം എന്താണ്? ഇതാണ് അവ തമ്മിലുള്ള വ്യത്യാസം. ശ്രദ്ധിക്കുക, ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ടു റിവ്യൂ ദ റൂട്ടീൻ ആക്ടിവിറ്റീസ് ആൻഡ് പ്രൊവൈഡ് ദ സജഷൻ ഫോർ ദ ഇംപ്രൂവ്മെന്റ്. അതെ, ഒരു ഇന്റേണൽ ഓഡിറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞത് ഒരു ഓൺഗോയിങ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ്, തുടർച്ചയായിട്ട് നടക്കുന്ന ഒരു പ്രോസസ് ആണ്. അതുകൊണ്ട് തന്നെ അത് എന്താണ്? റൂട്ടീൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസുകളെയാണ് അത് റിവ്യൂ ചെയ്യുന്നത് അല്ലെ. അല്ലാണ്ട് ഒരു വർഷത്തുകളോ 6 മാസം കൂടുമ്പോഴോ അങ്ങനെയല്ല നടത്തുന്നത്. അത് ആ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നതിനോടൊപ്പം തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ് ആയതുകൊണ്ട് അത് ആ ഒരു ഓർഗനൈസേഷന്റെ റൂട്ടീൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെയാണ് അത് റിവ്യൂ ചെയ്യുന്നത്.
അതോടൊപ്പം തന്നെ അത് ഇംപ്രൂവ് ചെയ്യേണ്ടത്, അതായത് ഇംപ്രൂവ് ചെയ്യാനുള്ള സജഷൻസുകളും അതോടൊപ്പം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഇന്ത്യയുടെ ലക്ഷ്യം, ഇന്റേണൽ ഓഡിറ്റിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ടു അനലൈസ് ആൻഡ് വെരിഫൈ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ കമ്പനി. അവിടെ വേറെ ഒരു ഏരിയയിലും ഫോക്കസ് ചെയ്യുന്നില്ല. എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, സാമ്പത്തികമായിട്ടുള്ള വശങ്ങളെ മാത്രം അനലൈസ് ചെയ്യുന്ന, വെരിഫൈ ചെയ്യുന്ന ഒരു ഓഡിറ്റ് ആണ് എക്സ്റ്റേണൽ ഓഡിറ്റ് അല്ലെ. ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ ഏരിയകളും കവർ ചെയ്യുന്നുണ്ട് അല്ലെ. അതേസമയം എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ആ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ മാത്രമാണ് അവിടെ അനലൈസ് ചെയ്യുന്നതും വെരിഫൈ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി അടുത്തത് നോക്കിയേ, കണ്ടക്റ്റഡ് ബൈ, ആരാണ് കണ്ടക്ട് ചെയ്യുന്നത്? ഇന്റേണൽ ഓഡിറ്റ് ഈസ് കണ്ടക്റ്റഡ് ബൈ എംപ്ലോയീസ്. ഓക്കെ, എംപ്ലോയീസ് മീൻസ് ഈ പറയുന്ന അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന സിഇഒ അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അങ്ങനെയുള്ള ആളുകൾ തന്നെയാണ് ഇന്റേണൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് അല്ലെ. എന്ന് വെച്ചാൽ ആ ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തിക്കുന്ന അതേ ആളുകൾ തന്നെയാണ് ഇന്റേണൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അതായത് പുറത്തുനിന്നുള്ള ആളുകളല്ലല്ലോ, അതേ സ്ഥാപനത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. അതേസമയം എക്സ്റ്റേണൽ ഓഡിറ്റ് ഈസ് കണ്ടക്ടഡ് ബൈ തേർഡ് പാർട്ടി. എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കണ്ടക്ടഡ് ബൈ തേർഡ് പാർട്ടി. അത് മൂന്നാമതായിട്ടുള്ള ഔട്ട്സൈഡ് ആയിട്ടുള്ള ആളുകളാണ് എന്ത് കണ്ടക്ട് ചെയ്യുന്നത്? എക്സ്റ്റേണൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഓഡിറ്റർ ഈസ് അപ്പോയിന്റഡ് ബൈ. ഇനി ഒരു ഇന്റേണൽ ഓഡിറ്ററിന് ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? മാനേജ്മെന്റ് ആണ്. അതായത് സിഇഒ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അവരാണ് ഒരു ഇന്റേണൽ ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അതേസമയം എക്സ്റ്റേണൽ ഓഡിറ്റ് എന്താണ്? ഓഡിറ്റർ എക്സ്റ്റേണൽ ഓഡിറ്റിലാണെങ്കിൽ ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത് മെമ്പേഴ്സ് ആണ്. മെമ്പേഴ്സ് മീൻസ് പാർട്ട്നേഴ്സ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ആ ഒരു ഓർഗനൈസേഷന്റെ എന്താ പറയാ, പാർട്ട്നേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ? അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, മറ്റുള്ള മെമ്പേഴ്സുകളായിരിക്കും, പുറത്തുനിന്നുള്ള ആളുകളായിരിക്കും ആ ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ടാവാം, അപ്പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് യൂസേഴ്സ് റിപ്പോർട്ട്. ആർക്കാണ് നമ്മൾ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്? ഇന്റേണൽ ഓഡിറ്റില് യൂസേഴ്സ് റിപ്പോർട്ട് ടു മാനേജ്മെന്റ്. മാനേജ്മെന്റിനാണ് എന്ത് ചെയ്യുന്നത്? റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. ഇന്റേണൽ ഓഡിറ്റില് ഈ പറയുന്ന മാനേജ്മെന്റിനോടാണ് നമ്മൾ ആ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. അതേസമയം എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സ്റ്റേക്ക് ഹോൾഡേഴ്സിനോടാണ്. ദാറ്റ് മീൻസ് ഷെയർ ഹോൾഡേഴ്സ്, ആ ഒരു സ്ഥാപനത്തിന്റെ ഷെയർ ഹോൾഡേഴ്സ്, പാർട്ട്നേഴ്സ് ആരൊക്കെയാണ്, അവർക്കാണ് എന്ത് കൊടുക്കുന്നത്? ആ ഒരു റിപ്പോർട്ട് നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? അടുത്തതാണ് ഒപ്പീനിയൻ. ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അഭിപ്രായം എന്നുള്ള അർത്ഥമല്ല കേട്ടോ, അസസ്മെന്റ് എന്നുള്ളൊരു അർത്ഥമാണ് കേട്ടോ. വിലയിരുത്തുന്നതുമായിട്ട് ഒരു വിലയിരുത്തൽ എങ്ങനെയാണ് ഇന്റേണൽ ഓഡിറ്റിൽ എങ്ങനെയാണ് കാര്യങ്ങൾ വിലയിരുത്തുന്നത്, എക്സ്റ്റേണൽ ഓഡിറ്റിൽ എങ്ങനെയാണ് കാര്യങ്ങൾ വിലയിരുത്തുന്നത്, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. നോക്കാം, ഒപ്പീനിയനില് ഒപ്പീനിയൻ ഈസ് പ്രൊവൈഡഡ് ഓൺ ദ ഇഫക്റ്റീവ്നെസ് ഓഫ് ദ ഓപ്പറേഷണൽ ആക്ടിവിറ്റീസ് ഓഫ് ദ ഓർഗനൈസേഷൻ. അതായത് ഒരു ഇന്റേണൽ ഓഡിറ്റിൽ എങ്ങനെയാണ് ഓപ്പറേഷണൽ ആക്ടിവിറ്റീസ് ഓഫ് ദ ഓർഗനൈസേഷൻ, അതായത് ഒരു ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമതയെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അവിടെ അസസ്മെന്റ് നടത്തുന്നത്. അല്ലാതെ ഫിനാൻഷ്യലി മാത്രമല്ല, മൊത്തത്തിലുള്ള ആ ഒരു സ്ഥാപനത്തിന്റെ ഓപ്പറേഷണൽ ആക്ടിവിറ്റീസ് ഓഫ് എൻ ഓർഗനൈസേഷൻ, ആ ഒരു ഓർഗനൈസേഷന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ആ ഒരു ഇഫക്റ്റീവ്നെസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇന്റേണൽ ഓഡിറ്റിൽ അസസ്മെന്റ് നടത്തുന്നത്. അതേസമയം എക്സ്റ്റേണൽ ഓഡിറ്റിൽ എങ്ങനെയാണ്? ഒപ്പീനിയൻ ഈസ് പ്രൊവൈഡഡ് ഓൺ ദ ട്രൂത്ത്ഫുൾനെസ് ആൻഡ് ഫെയർനെസ് ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ കമ്പനി. അതായത് ആ കമ്പനിയുടെ സാമ്പത്തികമായിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുകള്, ആ ഒരു സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളില് ആ ഒരു റിലയബിലിറ്റി, വിശ്വാസ്യത, ഫെയർനെസ്, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എക്സ്റ്റേണൽ ഓഡിറ്റിനകത്ത് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന അസസ്മെന്റുകൾ നടത്തുന്നത്. ഫിനാൻഷ്യൽ കാര്യങ്ങൾക്കാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. പക്ഷെ ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലുള്ള കാര്യങ്ങൾ മാത്രമല്ല, പകരം എന്താണ്? ആ ഒരു സ്ഥാപനത്തിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത, ഇഫക്റ്റീവ്നെസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇന്റേണൽ ഓഡിറ്റിൽ ഇത് കണ്ടക്ട് ചെയ്യുന്നത്, അസസ്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പൊ ഏതായാലും ഇന്ന് ഇവിടെ വരെ ഇരിക്കട്ടെ കേട്ടോ. ഒപ്പീനിയൻ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, നമുക്ക് ഇനി ഒരു 4 പോയിന്റുകളും കൂടെയാണ് പറയാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. അപ്പൊ ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചു. ഓക്കെ.
സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട്നേഴ്സ് ആണ് കേട്ടോ. ആ സ്ഥാപനത്തിന്റെ ഷെയർ ഹോൾഡേഴ്സ് ഇല്ലേ, അവരെയാണ് നമ്മൾ സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്നത് കേട്ടോ, പാർട്ട്നേഴ്സ്. ഒരു സ്ഥാപനം ചിലപ്പോൾ ഒരാളുടെ ഉടമസ്ഥതയിലായിരിക്കില്ല, ഒരുപാട് പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കും അതിനകത്ത്. വേറെ ഡൗട്ടുകളൊന്നും ഇല്ലല്ലോ? ഓക്കെ എല്ലാവർക്കും? നമുക്ക് നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു. Thank you, ma'am.